ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇന്ന് എൻ്റെ കൂടെ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റാണ് വന്നിട്ടുള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവരെ കാണാനായിട്ട്. ഇവരുടെ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും ഇവരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നിരുന്ന് പോവാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ കെട്ടി ഒരുങ്ങി ഇങ്ങോട്ട് പോകുന്നതാണ്. രണ്ട് പേരാണ്, രണ്ട് ഇണക്കുരുവികളാണ്, നമ്മുടെയൊക്കെ സ്വന്തം നശിപ്പിക്കല്ലേ. ഇൻട്രോ പറയട്ടെ. ഓക്കെ, രണ്ടീണ കുരുവികളാണ്, നമ്മുടെയൊക്കെ സ്വന്തം ജീവചേട്ടൻ ആൻഡ് അപർണ ചേച്ചി. ഇനി വരാല്ലേ? ഇടക്കുരുവികൾ. പക്ഷെ ഇപ്പൊ സാധാരണ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന പോലല്ല. ഇപ്പൊ ഞങ്ങള് നമ്മളെ ഇന്റർവ്യൂ ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു സോ ക്യൂട്ട്. പാർവതി ഭയങ്കര ക്യൂട്ടാണ്. പാർവതിയുടെ വൈറൽ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് ഞാൻ ജീവനോട് പറയുന്നത് എന്തൊരു ക്യൂട്ടായി കുട്ടീനെ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സീരിയസ്ലി പറഞ്ഞിട്ടുണ്ട്. ഞാനത് സമ്മതിച്ചു കൊടുത്തായിരുന്നു. അപ്പം ഞാനതുകൊണ്ടല്ലേ വന്നപ്പോ പാർവതി ബാബു എന്നുള്ള ഫുൾ നെയിം അല്ലേ പറഞ്ഞേ, ഇൻസ്റ്റ നെയിം. അതാണ് കാര്യം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരാളുടെ മുഖം ഫുൾ നെയിം അങ്ങനല്ല, ഭാഗ്യം എന്റെ ഫുൾ നെയിം അറിയത്തില്ലല്ലോ എന്ന് പറയുന്നത്. സാധാരണ അങ്ങനെ ഒരു സാധനം വരുന്നതാ, എന്റെ പോലും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പാർവതിയുടെ മടയിലെത്തിയിരിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുക, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് എന്താ സംഭവിക്കുക എന്നുള്ളത് ഇനിയും കണ്ടറിയണം. ഞങ്ങൾ എന്തിനു റെഡിയാണ്. ആ ഒരു മൈൻഡ് ഉണ്ടായാൽ മതി. എങ്ങനെയൊക്കെ പോകുന്നു? ഞാനേ സത്യം പറഞ്ഞ ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് അപർണ എറന്നെങ്ങാനും പറഞ്ഞു പോയിക്കഴിഞ്ഞ പ്രശ്നമല്ലേ. ആ ആറിന്റെ അതറിയാവുന്നോടെ അപർണ എന്ന് കറക്റ്റ് പറയാം. രണ്ടുപേരും കൂടെ ലെഫ്റ്റ് റൈറ്റ് ഇരുന്നിട്ട് എനിക്കിട്ട് തരിക. അല്ല ചേച്ചി, പക്ഷെ ചേച്ചി അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നോണ്ട് നമുക്കത് അറിയാലോ, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. യൂട്യൂബ് ചാനലൊക്കെ എല്ലാരും കാണുന്നുണ്ട്. കമന്റ്സിലൊക്കെ കണ്ടില്ലേ, ഞങ്ങൾ മെയിൻ ആയിട്ട് കാണുന്ന ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് പഠിക്കാം. ഇത് സത്യം പറഞ്ഞ ചേച്ചി ഇംഗ്ലീഷ് പറയുമ്പോ അധികം ആരും അങ്ങനെ കുറ്റം പറയാറില്ല. അല്ലെങ്കിൽ പറഞ്ഞു കുറ്റം പറയാറില്ല. അധികം തുടക്ക നാളുകളിൽ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോ എല്ലാരും പറയും, അതിലൊന്നും കാര്യമില്ല. എന്നാലും ഭൂരിഭാഗം കുറെ ആൾക്കാരും നല്ല കമന്റ്സ് ആണ് പറയാറുള്ളത്. കാരണം ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഒക്കെ ഇംഗ്ലീഷ് പറയുന്നോണ്ട് ആരും അങ്ങനെ കുറ്റം പറയാറൊന്നും. അതെ അതെ, അല്ലെങ്കിൽ ഓ അവളൊരു ഇംഗ്ലീഷും പറഞ്ഞു വന്നേക്കും, അതൊരു സൈഡിൽ പറയും. പക്ഷേ നമ്മള് we don't care, അത്രേ ഉള്ളൂ. അതൊക്കെ ആദ്യമായിരുന്നു. ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് മാറി. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് മാറി. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇറ്റ്സ് ഓക്കേ, ഡോണ്ട് കെയർ. ആ ഇംഗ്ലീഷിന്റെ ചില്ലാക്കാൻ സൈഡിൽ നിന്ന് ജീവച്ചേണ്ട കുറെ എക്സ്പ്രഷൻസും കൂടെ ആവുമ്പോഴേക്കും സെറ്റ് ആണ്. എക്സ്പ്രഷന്റെ കാര്യം ഇവിടെ ആരും മിണ്ടണ്ട. എക്സ്പ്രഷൻ നമ്മള് ലോഡ് കണക്കിന് ഇവിടുന്ന് കൊടുക്കുന്ന ശമ്പളത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടിക്ക് എക്സ്പ്രഷൻ ഇടുന്ന ഒരാളെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓൺലൈൻ മീഡിയയുടെ ചരിത്രത്തിലുള്ളൂ. മണിക്കൂർ 1000 രൂപയാണെങ്കിൽ 2000 രൂപയ്ക്ക് എക്സ്പ്രഷൻ ഇടുന്ന എക്സ്പ്രഷൻ ഞങ്ങൾ നമുക്കൊക്കെ കേട്ടുകേഴ്വിയുള്ള ബ്രിങ്കസ്യ അതൊക്കെ ആ എക്സ്പ്രഷനൊക്കെ കിട്ടും. ഇവൻ എന്ത് തേങ്ങയായി പറയണ ഈ എക്സ്പ്രഷനൊക്കെ ഞാൻ ഒരാളുടെ മുഖത്ത് കണ്ടിട്ടുള്ളൂ. അങ്ങനെ എക്സ്പ്രഷൻ ഉണ്ട്, അതറിയത്തില്ലേ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ബ്ലിങ്കസ്യ എന്നൊക്കെ കേട്ടില്ലേ? ബ്ലിങ്കസ്യ അല്ല, ബ്ലിങ്കസ്യ. ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞിരിക്കുക. അത് പറയാൻ പറ്റത്തില്ലെങ്കിലും ഇത് ഇടുന്നുണ്ട് ഇടയ്ക്ക്. ബ്ലിങ്കസ്യ. പഠിച്ചു. എന്ത് രസം നിങ്ങൾ ഇങ്ങനെ ഇരിക്കണ കാണാനായിട്ട്. നമ്മളെന്താ ഇങ്ങനെ ലൈക് ഫോട്ടോസിൽ മാത്രം. ഞാൻ സത്യം പറഞ്ഞാൽ സി കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റെഡ് കാർപ്പറ്റ് ചെയ്യാനായിട്ട് ഇവന്റ്സിൽ വന്നപ്പോഴേക്കും ഞാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായി. ജീവചേച്ചിനെ കണ്ടോ? ജീവചേട്ടനെയും പറഞ്ഞ ചേച്ചിയും ഉണ്ടെന്ന് അവിടെ അറിഞ്ഞു. പക്ഷേ ആ റെഡ് കാർപ്പറ്റിൽ നിങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും വന്നു. നിങ്ങൾ മാത്രം വന്നില്ല. അയ്യോ, നമ്മളെ റെഡ് കാർപ്പറ്റിൽ എന്താടാ വിളിക്കാൻ? റെഡ് കാർപ്പറ്റെങ്കിലും മര്യാദക്ക് നടന്നോട്ടെന്ന് വിചാരിച്ചായിരിക്കും. കാരണം ഞങ്ങളുള്ള സ്ഥലം ഞങ്ങൾ നശിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് ജീവ ഇപ്പൊ വരും, അല്ലെങ്കിൽ അപ്പുറം ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ പാറുവിനെ അന്ന് കണ്ടാനെ. നന്നായി അല്ല, അതുകൊണ്ട് ഇപ്പൊ നന്നായിട്ട് കാണാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ കാണുമ്പോ അന്നിപ്പോ പാറുവിനെ പാർവതി പാറുന്നായിരിക്കുമല്ലോ. അന്നിപ്പോ പാറുവിനെ കാണുമ്പോ ഓക്കെ, നമ്മൾ അന്ന് പരിചയപ്പെടുന്നു. ഹായ്, ദിസ് ഇസ് പാർവതി. പക്ഷെ ഇന്ന് വരുമ്പോഴോ
പാർവതി ബാബു വൈറൽ. ഇൻട്രൊഡക്ഷൻ ഒരു ആവശ്യമില്ല അല്ലേ? ഞാൻ intro വന്നപ്പോ നിങ്ങൾ എന്നെയും ഇൻട്രോ അതാണ് നമ്മൾ അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ നമ്മൾ പോകുള്ളൂ. അതുകൊണ്ട് അവിടെ ഇങ്ങോട്ട് രണ്ട് പൊക്കൽ ഇടുമ്പോ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് വരും. അങ്ങനെ അവള് ഓട്ടയുള്ളിടത്ത് ചെറിയ ചെറിയ പൂക്കൾ വെച്ച് അവൾ അടച്ചു പോകും. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോവാൻ പ്ലാൻ. അതെ, ഇതിപ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇതിന്റെ ഞങ്ങൾ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല സത്യമായിട്ടും ഞാൻ ഇപ്പോഴാണ് ഇവരെ കാണുന്നത്. പക്ഷെ സത്യം അങ്ങോട്ട് കൺവിൻസിങ് ആകുന്നില്ല. കുറച്ചുകൂടെ നിഷ്കളങ്കത വിട്ട് പറഞ്ഞു. അല്ല ഞാൻ എന്റെ സത്യമായിട്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഡൗട്ട് ആവും. ഇല്ല നമ്മള് ഇല്ല അത് അത്രേ ഉള്ളൂ. ഭയങ്കര അഭിനയമാണല്ലോ അത്. ഹൈ, ഇവിടെ അവിടെ മാത്രല്ല കേട്ടോ, ഇവിടെ 2000 കൊടുത്ത 4000 അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. അങ്ങനെയാ? അതെ. അല്ല നിങ്ങൾ വേറെ എവിടെ കണ്ടിട്ടുണ്ട്? അല്ല നിങ്ങൾ വേറെ എവിടെ കണ്ടിട്ടുണ്ട്? ഒരു ഗേള് വേറൊരു ഗേളിനെ ഇരുന്ന് പ്രൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് കം ഫ്രം ദ ഹാർട്ട്. അതെല്ലാരും അങ്ങനെ ചെയ്യത്തില്ല, പ്രത്യേകിച്ച് ഗേൾസ് ചെയ്യത്തില്ല. ശരിക്കും കം ഫ്രം ദ ഹാർട്ട് കാണണമെങ്കിൽ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരു ക്യാമറ എന്റെ വണ്ടിയിലും ഒരു ക്യാമറ നിങ്ങളുടെ വണ്ടിയിലും വെക്കുമ്പോ ശരിക്കും വാട്ട്സ് കം ഫ്രം ദ ഹാർട്ട് നമുക്ക് അറിയാൻ പറ്റും. അല്ല അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്, അത് മാറ്റിയെടുക്കണം. അല്ല നിങ്ങൾക്കല്ല, ടോട്ടലായിട്ട് പറഞ്ഞു വെച്ചോട്ടെ, ഞാൻ എന്തായാലും ഒന്നും പറയില്ല. എനിക്കറിയാലോ ഇപ്പൊ ക്യാമറ വെക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അവളുടെ സാരിയൊക്കെ ഇട്ട് അവള് രാവിലെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്റെ അവസ്ഥ. ഞാനുള്ളോണ്ട് വീട്ടിൽ അനക്കമ്പോഴുണ്ട്. 8 ഷൂ പോളിഷ് ചെയ്യുമ്പോഴായിരുന്നു റോക്കി ബായ്ക്ക് ഒരു ബണ്ണ് കിട്ടുന്നത്, അറിയാവോ? എന്റെ അമ്മ അല്ല, എന്റെ അമ്മ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ പറഞ്ഞായിരുന്നു ഏതു നേരം ചിരിക്കെന്ന് പറഞ്ഞ ഇങ്ങനെ നിങ്ങളെ അറിയാറ് ഇന്റർവ്യൂസ്. അപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ടേ ഇരിക്കരുത് കക്കാന്നും പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. ഇനി ചെന്നിട്ട് ഞാൻ അമ്മയുടെ ബ്രേക്ക് കൊടുക്കും ജീവ, ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കും. പാറു കുറെ ക്വസ്റ്റ്യൻസ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻട്രോ ആയി പോയി ഗൈസ്, ക്ഷമിക്കണം, സോറി. അതെ, സത്യമായ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ഇല്ലേ? നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ വന്നോ? അല്ല, ഫണ്ണായിട്ടുള്ള കുറച്ച് സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ഗുഡ് ഓപ്ഷൻ. കാരണം നിങ്ങളൊക്കെ ചലഞ്ചിന്റെ ഒക്കെ ആൾക്കാരാണല്ലോ. നിങ്ങൾക്കാണെങ്കിൽ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. അതുകൊണ്ട് ഇപ്പൊ തിരിച്ച് നമുക്ക് പവറിന് ചലഞ്ച് കൊടുത്തല്ലോ. ഓക്കെ, എന്ത് ചലഞ്ച് കൊടുക്കണം? അതെങ്ങനെയുണ്ട്? അത് നന്നായിരിക്കും. അപ്പൊ നമുക്ക് പോന്ന് നോക്കി ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാ നോക്കിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഓക്കെ ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം. സൂര്യ മ്യൂസിക്കിലൂടെ കോ ആങ്കേഴ്സ് ആയിട്ട് വന്ന 2 പേര് കല്യാണം കഴിച്ച് ഇപ്പൊ 7 വർഷം കഴിഞ്ഞ് സെറ്റായി ഭയങ്കര അടിപൊളിയായിട്ട് ജീവിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? കൂടെ ഒരു കുഞ്ഞു ഗ്രേയും. ഞാൻ പേടിച്ചു പോയി. ഞാനും കൂടെ ഒരു കുഞ്ഞു, സത്യം പറയാ കൂടെ ഒരു കുഞ്ഞു. എനിക്കായിട്ടില്ല. നിന്നേലും വലിയ കാളല്ല എനിക്ക് കാളിയത്. ചീത്തപ്പേര് മൊത്തം എനിക്കല്ലേ വരുള്ളൂ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ കുഞ്ഞു കഴിഞ്ഞ് പോസ്റ്റിലായിരുന്ന ഒരു കുഞ്ഞു ഗ്രേക്ക് ഒരു കൂട്ട് വേണ്ടേ ശരിക്കും? കുഞ്ഞു ഗ്രേക്ക് നമ്മൾ ഒരു പപ്പിയും കൂടെ വാങ്ങിക്കാം. ഞാൻ ഉദ്ദേശിച്ചതല്ല. എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം. 7 വർഷം നല്ല കാര്യമില്ല, വേഗം ഒരു കല്യാണമൊക്കെ കഴിച്ച്. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം ഒരു കല്യാണമൊക്കെ കഴിച്ച്. വേണ്ട, പ്ലീസ്. എനിക്കിപ്പോ പ്രായമായിട്ടില്ല. എത്ര വയസ്സായി അത് ചോദിക്കണം. 23. പക്ഷെ ചേച്ചി അതിന് മുന്നേ കല്യാണം കഴിച്ചില്ല. പിന്നെ അയ്യോ, നമുക്കങ്ങനെ ഈ ആക്സിഡന്റ് വരാൻ അങ്ങനെ ഇന്ന സമയമൊന്നും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോ ആയിരിക്കും ലോറിയുടെ രൂപത്തിൽ ഒരു കാർ, ഒരു ആൾട്ടോ അങ്ങനെയൊക്കെ വരുന്നത്. ആളുടെ രൂപത്തിലൊക്കെ വരും. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള 7 വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം മര്യാദക്ക് ചിരിക്കാതെ പറയടാ. ഇല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള 7 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിപ്പിക്കാത്ത 7 വർഷമാണ്. അത് ഞാൻ എവിടെയും പറയും, സത്യം ഞാൻ എവിടെയും പറയും. നീ സത്യം വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 7 വർഷം സുഖിച്ചില്ലേന്ന്. 7 വർഷം നല്ല അടിപൊളി 7 വർഷം. എന്താന്ന് അറിയത്തില്ല, നമ്മൾ ചോദിക്കുന്ന നാട്ടുകാർക്ക് പിടിക്കണില്ല. ശരിയാണോ? ഇപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ. എവിടെ തിരിഞ്ഞാലും കുഞ്ഞൊന്നും വേണ്ടേ, കുഞ്ഞിക്കാലൊന്നും കല്യാണം 1 വർഷം കഴിഞ്ഞപ്പോ ചോദിക്കാറില്ല. ഇത്രയും കഴിഞ്ഞപ്പോ ഇങ്ങനെ സുഖിക്കാമോ പയ്യൊക്കൊന്നും? ഇനിയിപ്പോ അത് സാരല്ല, നമ്മളതങ്ങനെ അവരുടെ വിദ്യാഭ്യാസ കുറവായിട്ട് നമ്മൾ കണക്കാക്കി. ഞാനും ചോദിക്കുന്നുണ്ട് ഒരു കുഞ്ഞ്.
ആ സമയത്ത് റിയാസിന്റെ ഡയലോഗ് ഓക്കെ. അതൊക്കെയാണ്. എങ്ങനെ ചേച്ചി ഈ കൗണ്ടേഴ്സ് ഒക്കെ എങ്ങനെ സഹിക്കണം? എനിക്ക് ഇപ്പൊ തന്നെ ചിരിച്ചിരിച്ച് മതി. 7 വർഷമായി പറഞ്ഞല്ലോ. 7 വർഷമായിട്ട് ഇതിപ്പോ യൂസ് ടു ആയി. ഞാൻ വീട്ടിൽ പിന്നെ ഞാൻ വീട്ടിൽ ഇത്ര എൻകറേജ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഈ തമാശയായിട്ട് നിങ്ങൾ ചിരിക്കും, അപ്പൊ ഇവിടെ ഭയങ്കര ഇതാവും. അപ്പൊ ഇനി പറയാനുള്ള വീട്ടിൽ ഞാൻ അത്ര എൻകറേജ് ചെയ്യാറില്ല. അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പറയും ഞാൻ ചിരിക്കൂല എന്ന് കാണുമ്പോൾ നിർത്തിക്കോളും. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇന്റർവ്യൂവിന് പറയുന്നു എന്റെ വീട്ടിലെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്റെ ഭാര്യയാണ്. എങ്ങനെ ഇരിക്കണം? തമാശക്ക് പോലും വീട്ടിൽ ചിരിച്ചു തരാത്ത ആളെ പറ്റിയാണ് നമ്മൾ പുറത്തു പോയി മൈ സപ്പോർട്ടിംഗ് ഫാക്ടർ സോറി എന്ന് നമ്മൾ പറയുന്നത്. ഉള്ള സത്യം ആളുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നില്ലേ? പാട്ട് പാടാത്തിന്റെ കേസിൽ ഞാൻ ഞാൻ എഗ്രി ചെയ്യും. കാര്യം എന്നെ പാട്ട് പാടാൻ അനുവദിക്കാറില്ല. പാട്ട് പാടുന്നത് ഹൊറിബിൾ ആണ്. ഹൊറിബിൾ എന്ന് പറഞ്ഞാ പോരാ. റീസെന്റ് ആയിട്ടുള്ള വ്ളോഗിലും എന്താ പാട്ട്, എന്റെ ദൈവമേ. അതൊന്നും നമുക്ക് അങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കത് ഹൊറിബിൾ ആയിരിക്കും. പക്ഷേ പാട്ടുകാരനല്ലാത്ത എന്നെ സംബന്ധിച്ച് ഞാൻ പാടിയേക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞ ചില്ലറക്കാരുടെ മുമ്പിലല്ല. ഷാൻ റഹ്മാൻ, ഓക്കെ, ഗോപി സുന്ദർ, ലെജൻഡ് സുജാത ചേച്ചി, അതാണ് ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്ന 3 പേർ. ഞാൻ ഇടത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ 14 ജില്ലകളിൽ നിന്ന് 12 ഗ്രാൻഡ് ജൂറി, അത് പാട്ടിന്റെ A to Z അരച്ച് കലക്കി കുടിച്ച 12 പേര്. വലത്തോട്ട് നോക്കുമ്പോൾ ഞങ്ങളിൽ ആരാ ബെസ്റ്റ് എന്ന് പറഞ്ഞ് മത്സരിക്കുന്ന ഒരു 18 എണ്ണം. ടോട്ടൽ 33 സർട്ടിഫൈഡ് ഗായകർ അവിടെ ഉണ്ട്. പിന്നെ സരിഗമപ്പ ആയതുകൊണ്ട് ആർട്ടിലെ കണ്ണമ്പാടും, പിന്നെ അവന്റെ പേര് കണ്ണൻ, ഞങ്ങൾ കാട്ടിലെ കണ്ണൻ എന്നുള്ളത് നിങ്ങൾ കേട്ടുള്ളൂ. ഞങ്ങൾ ആർട്ടിലെ കണ്ണനാക്കി. അവനടക്കം എല്ലാരും ഡ്രൈവർ ചേട്ടനടക്കം രാവിലെ പിക്ക് ചെയ്യുമ്പോ ജീവ പോ അങ്ങനെ ഇരിക്കുന്ന സരിഗമപ്പയിൽ ഇത്രയും പേരുടെ മുമ്പിൽ എനിക്ക് പാടാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എന്റെ വീട്ടിൽ പാടിക്കൂടാ? Am I talking sensible? അങ്ങനെ എനിക്കൊരു സപ്പോർട്ട് ചെയ്യും. പക്ഷേ ചേച്ചി ഇതിങ്ങനെ 7 വർഷമായിട്ട് സഹിക്കുന്നു. 7 വർഷമായിട്ട് ഞാൻ പാടിയിട്ടില്ല. ഞാൻ സരിഗമപ്പയ്ക്ക് പോയതിനു ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത്. അത് നടക്കത്തില്ല. പക്ഷെ ചേച്ചി സരിഗമപ്പയിൽ പോയി കഴിഞ്ഞിട്ട് സംഗതികൾക്കൊക്കെ എന്തെങ്കിലും വ്യത്യാസം? അതാ പറഞ്ഞു 7 വർഷം. ഞാൻ പറഞ്ഞു 7 വർഷം ഞാൻ പിടിച്ചു നിന്നു. പാട്ട് എന്ന് പറഞ്ഞൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇവിടെ തീരും. 7 വർഷം ഞാൻ നോക്കൂല, ഇവിടെ തീർന്നു. കേട്ടല്ലോ? അങ്ങനെയാണ് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഓരോ പാട്ട് വെച്ച് അലക്കിയേനെ. കടുകട്ടിയുള്ള പ്രബോധനം തന്നെ ആകാറുണ്ട്. എന്താ മൊത്തേ നേരത്തെ പറയാറുന്നില്ലേ? അല്ല, പക്ഷെ ജീവ നോർമലി ഇങ്ങനെ തന്നെയാ. വീട്ടിലും പുറത്തിപ്പോ നിങ്ങൾ കാണുന്ന ജീവ തന്നെയാണ് റിയൽ ജീവ. ചേച്ചി ഭയങ്കര ഗംഭീരമായിട്ട് സർപ്രൈസ് ഒക്കെ ചെയ്ത് റൂമിലെല്ലാം സെറ്റ് ആക്കിയപ്പോ വന്നിട്ട് ഇതൊക്കെ ഏതാ മാരിറ്റിന്റെ ആണോ എന്ന് ആ ഫ്ലവർ ഒക്കെ വെച്ചേക്കുന്നുണ്ട്. കണ്ടോ, ആളുകളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ല. ഇനി എന്റെ വാക്കുകൾ സൂക്ഷിക്കണം. പിന്നല്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് എന്തോരം എസ്കേപ്പ് ചെയ്താന്ന് അറിയോ ഞാൻ അവിടെ എത്തിയത്. ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് അവിടെ. എനിക്ക് കള്ളം പറയാൻ അറിയാത്തോണ്ട് എന്റെ ഞാൻ കള്ളം പറഞ്ഞ കള്ളവും പറഞ്ഞില്ല, ഒന്നും തന്നുമില്ല. എനിക്ക് കള്ളം പറയാൻ മാത്രമേ അറിയില്ല. ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പറയും എണ്ണം ബ്രാൻഡ് അടക്കം ഞാൻ പറയണോ? വേണ്ട. കണ്ട ഒരു എക്സ്പ്രഷൻ മാറാതെ സാധനം കംപ്ലീറ്റ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് മലക്ക പറഞ്ഞാ. ഞാൻ ഭയങ്കര നിഷ്കളങ്കനായപ്പോ ഞാൻ ചെറിയ കള്ളം പറഞ്ഞവരെ എന്റെ മുഖത്ത് ആലേപനം ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് ഞാൻ കള്ളം പറയാറില്ല. ഇത് കണ്ടോ, ബ്രില്യന്റ് ആയിട്ട് കള്ളം പറഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയി ഷൂട്ടാന്ന് പറഞ്ഞു. പാവം ഞാൻ ഷൂവും കോട്ടും ഒക്കെ പെറുക്കിക്കൊണ്ട് എവിടുന്ന് പോയത്. പാവം ഞാൻ എല്ലാവർക്കും നമ്മളിവിടെ തല്ലുപിടിക്കാൻ വന്നോടോ. നമ്മൾ അങ്ങോട്ട് 7 വർഷമായിട്ട് ഇല്ല ജീവ എല്ലാവർക്കും ഒരു ചേച്ചി അങ്ങനെ കള്ളം പറഞ്ഞല്ലോ ചേട്ടന് വേണ്ടിട്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ നല്ല കാരണത്തിനായതുകൊണ്ട് ഓക്കെ. അതോ വിത്ത് ചേട്ടന്റെ വീട്ടിലിരുന്ന ഡ്രസ് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. 7 ഇയേഴ്സിന്റെ ഒരു ഇത് കണ്ടോ ഞാൻ എല്ലാം പറയുന്നുണ്ടോ? എന്തല്ലേ ആരാ? അതെ, പാറു ഞങ്ങളെ കണ്ട് ഇൻസ്പയർഡ് ആയി കല്യാണം കഴിക്കണം. ഞങ്ങളെ നമ്മള് കിട്ടുമ്പോ ഇതേപോലെ സ്വന്തം വട്ട് അംഗീകരിക്കാനും മറ്റുള്ളവരുടെ വട്ട് ഏറ്റെടുക്കാനും പറ്റുന്ന ഒരാളല്ലെങ്കിൽ വട്ടായി പോകും. അതുകൊണ്ട് ഞങ്ങൾ ഓക്കെയാ. നീ ഓക്കെ അല്ലടാ? ഞാൻ ഇതെന്താ പറ്റിയ ഈ ഗുണ്ട മിനുനൊക്കെ ഞാൻ ഈ പിരികത്ത് വെട്ട് കണ്ടിട്ടുള്ളൂ.
അതൊന്നുമല്ലോ ചേട്ടാ. കുറെ പേര് ചോദിക്കുന്നു ഞാൻ സ്റ്റൈലിന് വെച്ചേക്കാണ്. അതിനൊരു സ്റ്റോറി story ഉണ്ട്. അയ്യോ ഞാൻ എന്റെ സ്റ്റോറീസ് പറയുന്നില്ല. കുഴപ്പമില്ല. സ്റ്റോറി ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് അല്ല ആക്ച്വലി ഇത്രയും വൈറലായ നിങ്ങളുടെ ആങ്കറിന്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയില്ല? ഇല്ല, അറിയില്ല. പാറുവിന്റെ പുരികത്തിൽ ഒരു വെട്ട് എങ്ങനെ വന്നു കൂടുതൽ അറിയാൻ ആക്ച്വലി പാർവതിയുടെ എല്ലാ ഇന്റർവ്യൂസിന്റെ താഴെ ദ ഫസ്റ്റ് ആൻഡ് ദ ടോപ്പ് മോസ്റ്റ് കമന്റ് എന്തായിരിക്കും അറിയോ? അതിപ്പോ ഒരു ലേഡി ആക്ട്രസ് ആണെങ്കിൽ ഫസ്റ്റ് കമന്റ് ആക്ട്രസിനേലും ഭംഗി ആങ്കറിനാ, അത് തോന്നിയവർ ഇവിടെ ലൈക്ക് അടിക്കൂ. എങ്ങനെയുണ്ട്? കറക്റ്റ് അല്ലേ? ഇല്ല, ഇവിടുന്ന് അങ്ങോട്ട് വന്നു, ഇനി തിരിച്ചു നേരത്തെ പറഞ്ഞ സാധനം ഇവിടെ അപ്ലൈ ചെയ്ത് തുടങ്ങി. അല്ല, അപ്പൊ അത്രയും മാത്രം പാറുവിനെ ശ്രദ്ധിക്കുന്നവരുണ്ട്. സോ വാട്ട് ഇസ് ദ സ്റ്റോറി? അത് കേട്ടിട്ടുള്ളൂ. ഇനി ബാക്കി നമ്മുടെ കഥകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാറുവിന്റെ കഥകളിലേക്കാണ് നമ്മൾ. പാറു എങ്ങനെ വന്നു ഈ ഒരു പുരികത്തിന്റെ വെട്ട്? ചേട്ടാ അതങ്ങനെ വലിയ കഥയൊന്നും അല്ല, എന്നാലും ഞാൻ പറയാം. ഊഞ്ഞാലെ തട്ടി വീഴുന്നു. മലക്കം പറഞ്ഞ് വീണെന്ന് പറയരുത്. തട്ടി LKG പഠിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കള്ളനും പോലീസും കളിക്കാൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. കള്ളനും പോലീസും കളിക്കാൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഞങ്ങള് ബോയ്സും ഗേൾസും കൂടെ ഒരുമിച്ച് കള്ളനും പോലീസും കളിക്കാൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അപ്പൊ നിങ്ങള് കളിക്കാൻ വേണ്ടിട്ട് പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. എന്നിട്ട് അപ്പൊ ഞാൻ കള്ളനായിരുന്നു. സ്വാഭാവികം, വലിയ വ്യത്യാസമൊന്നുമില്ല അന്നും ഇന്നും. ബാക്കി പറയൂ. അപ്പൊ എന്നെ പോലീസ് ഓടിച്ചിടായിരുന്നു. ഒരുത്തന്നെ ഓടിച്ചിട്ട്, അവൻ പോലീസായിരുന്നു. അപ്പൊ ഓടിച്ചിട്ട് കറങ്ങി 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 വന്നപ്പോ നമ്മുടെ സീസോ ഇല്ലേ, അതിൽ തട്ടി സീസോ അല്ല ഒരു കല്ലെ തട്ടി സീസോയിൽ ആ പിടിച്ചിരിക്കുന്ന സൺസിന്ന് ഒറ്റയിടി. എന്നിട്ട് കഴിഞ്ഞില്ല. എന്നിട്ട് മുറിഞ്ഞില്ല. അല്ല പോയി, പക്ഷെ ഞാനത് അറിഞ്ഞില്ല. വേദന എടുത്തിട്ട് അയ്യോന്ന് ഇങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ നോക്കുമ്പോ ചുറ്റും പിള്ളേര് നിന്നിട്ടിരുന്ന് കരയുവാ. അപ്പൊ എനിക്ക് അറിയില്ല. പിന്നെ കുറച്ച് എനിക്ക് ഒഴുകി ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞു ഇത് പൊട്ടി ചോര വന്നോണ്ടിരിക്കുകയാണ്. അല്ല അത് അങ്ങനത്തെ ഒരു, പക്ഷെ അതൊരു ഡിഫറെന്റ് ഒരു യുണീക്ക് ഒരു മാർക്കാണ്. നമ്മൾ അത് ഫ്ലോണ്ട് ചെയ്യണം അല്ലേ? അത് നമ്മൾ ഫ്ലോണ്ട്. പക്ഷെ അത് അന്ന് പോയതിനു പിന്നെ ഇവിടെ വളർന്നിട്ടുമില്ല. എന്താ അതല്ലല്ലോ അങ്ങനെ, അതറിയത്തില്ലേ? ചേട്ടനുണ്ടോ എന്തെങ്കിലും? താടി അല്ലേ തന്നെ താടി കുറവാ. അത് ഇതേപോലെ മാട്ടയില് ബൈക്കിൽ പോയതാ. ബൈക്കിൽ പോയതാ. അപ്പൊ എന്നോട് തലേന്നാണെങ്കിൽ പിന്നെ ഞാൻ ബൈക്ക് വന്ന് നിർത്തിയപ്പം അപ്പൊ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഹെൽമെറ്റ് ഒന്നും ഇല്ലാതാണോ പോന്നെ. ജംഗ്ഷൻ വരെ എവിടെ പോയാലും ഹെൽമെറ്റ് വെക്കണം. പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോകാൻ നോക്കിയപ്പോ സെയിം പുള്ളി ചായ കുടിച്ചോണ്ടിരിപ്പ. അപ്പൊ ജാടക്കുണ്ട് ഹെൽമെറ്റ് ഇട്ടില്ല. പുള്ളിയെ കാണിക്കേണ്ടി ഹെൽമെറ്റ് മാറ്റി വെച്ചുള്ളൂ. നേരെ മേളിലോട്ട് ചെന്നു, ജംഗ്ഷനിൽ വെച്ച് മറിഞ്ഞു വീണു, ഹെൽമെറ്റ് ഊരിപ്പോയി, താടി പോയി അടിച്ചു. ഈ സെയിം അവസ്ഥയായിരുന്നു. അതായത് കഴിഞ്ഞിട്ട് അപ്പന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അല്ല, ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പം മറിഞ്ഞു വീണു. അപ്പൊ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നു. അപ്പൊ എന്റെ കൂടെ ഉള്ളവനെ കണ്ടില്ല. ഞാൻ വീണ് എഴുന്നേറ്റ് നിന്നപ്പോഴാണ് അവൻ ലാൻഡ് ചെയ്തത്. നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കൈ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് ഒരു സാധനം. അപ്പോഴാണ് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു കട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ പിന്നെ മൂന്ന് ബൈക്കിൽ ഞങ്ങൾ അവിടെ നിന്നാണ് കോളേജിലേക്ക് പോകുന്നത്. അപ്പൊ മൂന്നമ്മമാരോട് നേരെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവിടെ ഒരു നേഴ്സ് എന്തായിരുന്നു. അപ്പൊ അവര് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പഴില്ല, ഡോക്ടർ 9 മണിക്ക് വരത്തുള്ളൂ, പോയിട്ട് 9 മണിക്ക് വരെ. 6:30 ആയതേ ഉള്ളൂ. ഞാൻ മുറിഞ്ഞ് സ്റ്റിച്ചറാച്ചെന്ന് എന്നോട് പറയും അവര്. ഈ ഡോക്ടർ ഇപ്പൊ ഇല്ല, പോയിട്ട് 9:30 ആകുമ്പോ വരെ. അപ്പൊ ഒരു ഡോക്ടർ ഇത് മുറിഞ്ഞ് അങ്ങനെയാണെങ്കിൽ മാവലിയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ മാവലിയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ 7 മണിക്ക് വന്നു. അവിടെ സ്റ്റിച്ചിട്ടപ്പോൾ 9:30 ആയി. അങ്ങനെ അന്നേരത്തേക്ക് ഇവിടെയൊക്കെ കുറച്ച് നീരൊക്കെ ആയിട്ടോ. അപ്പൊ ഞാൻ രാവിലെ 6 മണിക്ക് കോളേജിൽ പോയി ഇറങ്ങി. ഞാൻ ഹെൽമെറ്റ് ജാടയ്ക്ക് അറിയാം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ അപ്പൊ ഞങ്ങള് തിരിച്ച് 6 മണിക്ക് അവിടെയുള്ളിൽ പോയ മോൻ കോളേജിൽ സാധാരണ 5 മണി 5:30 ആകുമ്പോ വരുന്ന ഞാൻ 10:30 11 മണിയായപ്പോ എത്തി. ഇവിടെ ഒരു കെട്ട്, അതും ഇങ്ങനെ ഇങ്ങനൊരു കേട്ട് ദേ തോറ്റ് തുന്നം പാടി വന്ന് നിന്റെ മോൻ എന്ന് പറയുന്ന പോലെ 4-5 കൂട്ടുകാരെ അനുഗമിച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് അമ്മയെ വിളിച്ചു. ഇത് ഒരുത്തരും പുറത്തുണ്ട്, അകത്തോട്ട് കയറ്റി ഇരുത്തിയൊക്കെ. അതാണ് അങ്ങനെ. അതുകൊണ്ട് ആ രോമം വളരുന്നില്ല, അതൊന്നും എനിക്കറിയാം. പക്ഷെ ഇത് രസമായിട്ടുണ്ട്. എല്ലാരോടും നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നല്ല ആരിനി പുരികത്തിനെ അതൊരു സ്റ്റോറി ഉണ്ട് എന്ന് പറഞ്ഞ സാധനം എടുത്ത് കളിക്കേക്കണം. അല്ലെങ്കിൽ ഇതെടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പൊ തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തോ, ഇതാണ് സ്റ്റോറി. ഞാനൊന്നും അവിടെ വരെ പോയിട്ടില്ല, കേട്ടോളാൻ. ചേച്ചി 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാൻ പോവാണ് ഫാമിലി അല്ലേ? ഇപ്പൊ ഭയങ്കര സ്ലോ ആന്നേ. ഇപ്പൊ പഴയ പോലെ അല്ല എനിക്ക് തോന്നുന്നു. എല്ലാരും ഇപ്പം ബാക്ക് ടു വർക്കായി, എല്ലാരും ബിസി ആയി. ഇപ്പൊ എല്ലാരും ഇരുന്നൊന്നും യൂട്യൂബിലെ വീഡിയോസ് കാണലൊക്കെ ഭയങ്കര കുറവാ. അപ്പൊ അതുകൊണ്ട് സ്ലോലി
എന്നാലും കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല. ഞാനൊരു സബ്സ്ക്രൈബർ ആണേ. താങ്ക് യു. പാറു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നില്ലേ? തുടങ്ങണം. ചേച്ചി കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ മിനിമം ഒരു വീട്ടിൽ ഒരു 3 യൂട്യൂബ് ചാനൽ എന്നുള്ളതാണ് കണക്ക്. മറ്റേ അഹാനയുടെ വീട്ടില് ഫുള്ള് യൂട്യൂബ് ചാനലാ. അയ്യോ അത് അവർ 6 യൂട്യൂബ് ചാനൽ. 6 യൂട്യൂബ് ചാനൽ അല്ലേ? വേറെ 6 യൂട്യൂബ് ചാനൽ കാണാനും അവർക്ക് ടൈം ഉണ്ടാവില്ല, പാവങ്ങള്. അതെ. ഓക്കെ. പക്ഷെ നിങ്ങൾ ഈ ചാലഞ്ചസ് ഒക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വരാന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു സെഗ്മെന്റ് ഗെയിം ഒക്കെ തപ്പിട്ട് ഒന്നും കിട്ടുന്നില്ല. ഉള്ളം കണ്ട ഗെയിം മൊത്തം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഞങ്ങള് കൊറേ ചെയ്തു. നമുക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രശ്നമാണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് ചാനലിൽ കൂടെ അനൗൺസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് വേറെ ഇന്റർവ്യൂസിലൊന്നും പറയാൻ വേണ്ടി നമുക്ക് ഉണ്ടാവില്ല. കാര്യം ബേസിക്കലി നമ്മൾ യൂട്യൂബ് ചാനലെല്ലാം ഷെയർ ചെയ്യും. മറ്റേ സാധനം എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ഇവിടെ പറഞ്ഞാലോ? പറഞ്ഞോ. അതൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒരു കാര്യം പറയാം. അത് ഇതുവരെ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ആലോചിച്ച് ഇപ്പോഴത്തെ സമയം കളയണ്ട, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. എനിക്കത് അറിയാൻ ഇന്ന് നമ്മളെ കളിക്കുന്ന എക്സ്ക്ലൂസീവ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട്. അതെ, തമ്മിൽ സെറ്റ് ആക്കിക്കോട്ടെ. ഇതൊക്കെ എവിടെ ചാലഞ്ചസ് ഒക്കെ ആരാ കണ്ടുപിടിക്കുന്നത്? ലിജോ ചേട്ടനാണോ, ചേച്ചി? ചാലഞ്ചസ് ഒക്കെ കുറെ ലിജോ, ഞാനല്ല കണ്ടുപിടിക്കുന്നത്. ചാലഞ്ചസ് ഒക്കെ കുറെ ലിജോ ആണ്. പിന്നെ നമ്മൾ കുറെ ഇൻസ്പയർഡ് ആയിട്ട് കുറെ അടുത്തുനിന്ന് ചാലഞ്ച് ചെയ്യും. ഇപ്പൊ കുറെ പിള്ളേരുണ്ടല്ലോ, നല്ല നല്ല ഫൺ കോണ്ടന്റ് കൊണ്ടുവരുന്ന പിള്ളേരുണ്ട്, ലൈക്ക് അലംബൻസ്. പിന്നെ ചൂരലിന്റെ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. സൈക്കോ അലിയൻസ്. അങ്ങനെ റീസെന്റ് നമ്മൾ 1-2 ചാലഞ്ച് അവരുടെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുടെയൊക്കെ കോണ്ടന്റ് കാണാൻ. നല്ല രസമല്ലേ ആ പിള്ളേർ? ചിലതൊക്കെ ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ചാലഞ്ച് ഒക്കെ കിട്ടും. ഇത് നിനക്ക് ധൈര്യമായിട്ട് ചെയ്യാവോ, അങ്ങനെ കിട്ടും. ഈ പാട്ടൊക്കെ അങ്ങനെ വരുന്ന, അല്ലാതൊക്കെ നമ്മൾ ഇൻസ്റ്റന്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ കിട്ടും. അത് നമ്മൾ ചുരണ്ടും. നമ്മൾ ക്രെഡിറ്റ് കൊടുക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒന്നും പറയില്ല, നമ്മൾ ക്രെഡിറ്റ് കൊടുക്കും. നമ്മൾ അന്തസ്സായിട്ട് പറയുന്നത് ചുരണ്ടിയതാണ്. നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവര് വേറെ രീതിയിലായിരിക്കും, നമ്മുടെ ചെയ്യുമ്പോൾ നമ്മൾ വേറെ രീതിയിലായിരിക്കും. പക്ഷെ അതിനൊരു അംഗീകാരം കിട്ടിയില്ലേ ചാലഞ്ച് ഒക്കെ ഗപ്പൊക്കെ പിടിച്ചിങ്ങനെ നിപ്പുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും പിടിച്ചു. ഇയാളെ വിളിച്ചിട്ട് വരാൻ വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന് നമുക്ക് ഫോട്ടോയിൽ നിൽക്കാം. സോറി ഞാനില്ല, ഞാൻ ഈ ചാലഞ്ചിനൊക്കെ നിൽക്കാൻ കിട്ടിയ അവാർഡ് ഞാനില്ല. You said it. You shut up. I said it. What do you want? Come on, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് don't say anything in English. ശ്വാസം വരുന്നുണ്ടാ. സ്റ്റോക്ക് കഴിഞ്ഞു, നന്നായി നിർത്താൻ. ഇല്ല ഞാൻ പെട്ടുപോയി. അല്ല വിളിച്ചിട്ട് വരാ ഞാൻ. എനിക്ക് കാണണമായിരുന്നു ഇവർ രണ്ടുപേരും ആ അവാർഡ്സ് വായിക്കുന്നത്. ഒരു ഭർത്താവ് ഒരു അഹങ്കാര നിമിഷം. പാവം ലിജോയും സ്റ്റേജില് അവിടെ ഇങ്ങനെ കേറിയിട്ട് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ 3 പേരെ അനൗൺസ് ചെയ്തു പേര്. അപ്പൊ ഞാനും ലിജോ ഇങ്ങനെ റെഡി ആയിട്ട്, ലിജോ വാടാ നമുക്ക് അവാർഡ് കിട്ടിയിടോ എന്ന് പറഞ്ഞ പ്രൗഡ് മൊമെന്റിൽ. എക്സാക്ട്ലി. അപ്പൊ ഇയാൾ അവിടെ വലിയ ചാടിയിലിരിക്കും. അപ്പൊ ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് ജീവ വാ വാ, അപ്പൊ ജീവ ഇറ്റ്സ് ഓക്കെ ഇങ്ങള് പൊക്കോന്നൊക്കെ നിർബന്ധിക്കാൻ വേണ്ടി ജാടായിട്ടോ. അത് അപ്പൊ ഞാൻ ലിജോ ഇവരല്ല ഫുൾ അങ്ങനെയാണ് ഞാൻ വരാം. ചുമ്മാ ജാടയിട്ടാ. നിങ്ങളതൊക്കെ മനസ്സിലാക്കണം, ഇയാൾ വെറും ജാടയാ, വെറും ജാട. പിന്നെ ജാടയില്ലാത്ത ഒരു കാര്യമില്ലെന്ന് ചുമ്മാ നമ്മൾ ആരെങ്കിലും ഒക്കെ റോഡിൽ കൂടെ നോക്കുമ്പോ ആ ആള് നമ്മളോട് ജാടയിടുന്നു. അപ്പൊ നമുക്കൊരു ജാടയിട്ട് കൂടെ? എല്ലാവരുടെ ഉള്ളിൽ ഒരു ജാടയുണ്ട് അല്ലേ? ഇപ്പൊ വേറെ കിട്ടിയല്ലേ? പിന്നെ വേറെ കിട്ടി അന്ന് പുറത്ത് തലയ്ക്ക് കിട്ടിയ ഓരോ അന്നൊരു ചെറിയ അതും കിട്ടി. ഞാനും അശ്വതിയും ഷെയർ ചെയ്തു. അങ്ങനെ എനിക്കും വേറെ ചെറിയൊരു അവാർഡും കൂടെ കിട്ടി. പക്ഷെ ജീവചേട്ടന് പൊതുവേ അവാർഡ് കിട്ടാറില്ല. അതല്ല, പിന്നെ ജീവചേട്ടൻ അവിടെ സീക്കേരളത്തിൽ ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് കുറെ ചേച്ചിമാരൊക്കെ എനിക്കറിയാം. അപ്പൊ അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോ അവര് പറയും ജീവ ശരിക്കും എങ്ങനെയാണോ അതുപോലെ തന്നെയാ ഫ്ലോറിൽ, ഒരു ചാടയില്ല, പാവം പയ്യനാ, നല്ല പയ്യനാ. അത് മനസ്സിൽ നിന്ന് വരുന്നത്, ഇതങ്ങനല്ല. അത് കണ്ടോ, അത് നമ്മൾ അവരുമായിട്ട് ഇടപെടുമ്പോ അത് ഉള്ളിൽ നിന്ന് വന്നാ. പക്ഷെ ഇതങ്ങനല്ല, ഇത് നമ്മളെ മനപ്പുറം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ചില ദുഷ്ടശക്തികൾ നീലസാരി കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അധികമാവില്ല. ഇന്നിവിടെ എന്തേലൊക്കെ നടക്കും. ഞാൻ പറഞ്ഞത് ശരിയാവോ? കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് എടുക്കാൻ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വാ. അപ്പൊ ശരിക്കും നടക്കുന്നത് എന്താന്ന് കാണാം. അയ്യോ അതറിയത്തില്ല.
അതങ്ങനെ അറിയാൻ പറ്റും, ഞങ്ങളുടെ വീട്ടിലല്ലേ നടക്കുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞാണല്ലോ ഫ്ലാറ്റിലാണ് ആദ്യം എടുത്തത്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫ്ലാറ്റ് എനിക്കറിയാം, ബാൽക്കണി, ആ റൂം, ഈ റൂം, കിച്ചൺ. നേരെ പറഞ്ഞു ഓക്കെ ഇത് ലിവിംഗ് റൂം, അത് കിച്ചണിൽ ഇപ്പൊ ഇങ്ങനെ ഐറ്റങ്ങൾ ഇരിപ്പുണ്ട്. ഈ ടേബിളിൽ ഈ ഡ്രോറിലാണ് ചേച്ചിയുടെ ലിപ്സ്റ്റിക് ഇരിക്കുന്നത്. മറ്റേ റൂമിലും ഇപ്പുറത്തെ റൂമിലും. ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ 1-2 ലിപ്സ്റ്റിക്കിന് ഏകദേശം 10-100 ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് പറഞ്ഞാൽ തേച്ചോട് തുടങ്ങാന്ന് പറയും. ചേട്ടന് കുറെ പെർഫ്യൂം ഉണ്ട്, അതും അടിച്ചിട്ട് വേണേ തുടങ്ങാം. അത് നന്നായി. അതുകൊണ്ട് ഗദാഫി ചോദിച്ചു ഫ്ലാറ്റില് വേണ്ട 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 വേണ്ട, ഞാനിങ്ങനെ ആലോചിച്ചു വേണ്ട വേണ്ട പറ്റിക്കേട്ട് വരകണ്ട. ഇനിയിപ്പോ തൃശ്ശൂരാണെങ്കിൽ ഞങ്ങൾ അവിടെ വരാം, വീട്ടിൽ വരാം. അപ്പൊ എന്നോട് അത് ഇപ്പൊ എവിടെയായിരിക്കും സ്റ്റേ? ഞങ്ങൾ കാക്കനാടാണ്. വൈറ്റില ദൂരെ കൂടുതലുള്ള സ്ഥലം കേട്ടോ, നമ്മള് ഒഴിവാകുമെന്ന് വിചാരിച്ചു. വൈറ്റില ഒരു കുഴപ്പമില്ല. ഇനി പറഞ്ഞ പോലെ ഞങ്ങൾ വരും, നമ്മള് വരുമെന്ന്. പക്ഷെ നിങ്ങൾ എന്നെ ഒരു ദിവസം വിളിക്കോ വീട്ടിലേക്ക്, പ്ലീസ്. വിളിക്കാതെ വരണം, മോശമല്ല. എല്ലാവരും ഒരു ദിവസം ഇങ്ങനെ കാല് പിടിക്കുമ്പോ എങ്ങനെയാടാ നോന്ന് പറയുന്നത്? അല്ല ഒരു ദിവസം വാ ഫ്ലാറ്റിലേക്കോ വരണേ. 3 ലോക്ക് ചെയ്തിട്ട്. ഓക്കെ, നമുക്കിനി വേറെ വല്ലതൊക്കെ ചോദിക്കാം. ഫ്ലാറ്റിലേക്ക് വരുന്നത് ചോദിക്കണ്ട. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഫസ്റ്റ് ഹോം ടൂർ ഓൾറെഡി മില്യൺ വ്യൂസ് അടിച്ചല്ലോ. അതെ അതെ അതെ, അത് പേറ്റന്റഡ് വീഡിയോ ആണ്, തരില്ല. ഓക്കെ, എന്താ പറയാ ആ മറ്റേ ആ പാട്ട് ഏതാന്ന്, ലജ്ജാവതിയെ, അതിന്റെ ഒരു ഇംഗ്ലീഷ് അറിയില്ല, അതൊന്ന് പറയോ ചേട്ടാ? അത് ചെറുതില്ല, ഇതിന്റെ ലിറിക്സ് ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഫുൾ ടൈം ജോക്ക് ബോക്സിൽ കേൾക്കുന്ന പാട്ട് ലജ്ജാവതി. അന്ന് അറിയാലോ, ലജ്ജാവതി അന്നും ഇന്നും ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. അപ്പം ഈ സാധനം എന്തോ പാടുന്നത് നമുക്കറിയത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ജാസിയേട്ടന്റെ സൗണ്ട് തെമ്മ അങ്ങനെ ഒരു പ്രത്യേക സൗണ്ടും. അപ്പൊ നമ്മള് കേൾക്കുമ്പോ ക്രിക്കറ്റ് കളിക്കാതെ ജൂക്ക് ബോക്സ് ഫുൾ ടൈം ഇതായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് പാടിക്കൊണ്ടിരുന്നത്. ബാബികളുടെ ലിറിക്സ് ഈ മ്യൂസിക് അടക്കം ഇട്ടാണ് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. ഈ 90s കിഡ്സിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമുക്ക് പഴയതും പുതിയതായിട്ടുള്ള പാട്ടുകൾ അറിയാം, അതിന് ലിറിക്സും അറിയാം, എവിടൊക്കെയാണ് ഈ മൃദംഗമൊക്കെ വരുന്നത്. ബിജിഎം പാടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ മെൻഷൻ 90s കിഡ്സ് ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അയ്യോ കുഴപ്പമില്ല, തൽക്കാലം കയറിക്കോട്ടെ. തൽക്കാലം വേണമെങ്കിൽ കയറിക്കോട്ടെ. ചേച്ചി കയ്യിലനുസരിച്ച് വേണമെങ്കിൽ ഇറക്കി വിടണം തീരുമാനിക്കാം. തൽക്കാലം കയറിക്കോ. ചിലപ്പോ നോന്നൊക്കെ പറഞ്ഞ കരയൂടാ. വേണ്ട വേണ്ട, കേറിക്കോട്ടെ. പാർവതി കരയും വേണ്ട. പിന്നെ മോളെ വിശേഷം? സുഖാണോ? സുഖായിട്ടിരിക്കണോ? കേറിക്കോ കേട്ടോ. ചേച്ചി, ജ്യൂസി ക്വസ്റ്റ്യന്റെ ഒരു സെക്കൻഡ് പാർട്ട് വല്ലതും വരാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, അത് കുഴിച്ചു മൂടിയത്. പക്ഷെ അത് നല്ലതായിരുന്നില്ലേ? ഈവൻ ജീവയ്ക്ക് എന്ത് നല്ല ഒരു അപ്രിസിയേഷൻ കിട്ടിയെന്നറിയോ? ഇല്ല, നല്ലതായിരുന്നില്ലേ? അത് പക്ഷെ ഞാനായിട്ട് ഉണ്ടാക്കിയ കോണ്ടന്റ് അല്ല, ഇൻസ്പയർഡ് ആയി എടുത്ത കോണ്ടന്റ്. നല്ലതായിരുന്നല്ലേ? ചേട്ടനാണെങ്കിൽ സത്യസന്ധമായിട്ട് ഉത്തരങ്ങളും ഒക്കെ. ഇനി എനിക്ക് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, വെരി ഇന്റിമേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. പക്ഷെ ഇവിടെ അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് തൊളുവി പോവും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ചേച്ചിയുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ പിന്നെ അത് പൊടി തട്ടി എടുത്തു. ഞാനത് കുഴിച്ചു മൂടിയതാ. അതെ, ഇപ്പം ഇവിടെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടടാ? ഇവിടെ 3 lakhs അത്ര ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ വേഗം എന്റെ ചാനലിൽ പോയി ഈ വീഡിയോസ് ഒക്കെ കാണണേ. സബ്സ്ക്രൈബ് ചേച്ചി ഞാൻ പാട്ടും പാടിക്കണം. അതെ, അതാണ്. ഇത്രയും നല്ലൊരു ആഡ് എനിക്ക് കിട്ടാനില്ല ദൈവമേ. കേറുന്നില്ല എന്നല്ല പറഞ്ഞു, ഇതോടുകൂടി എനിക്ക് ഇനി കേറട്ടെ. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ജീവാടാ, നമ്മളിങ്ങനെ വരുമ്പോഴേ നോർമലി നമ്മളിങ്ങനെ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കമന്റ് ഉണ്ടാവും, ഇവരൊക്കെ ആരാ? ഫസ്റ്റ് കമന്റ് അതായിരിക്കുള്ളൂ, ഇവരൊക്കെ ആരാന്നൊന്ന് പറഞ്ഞു കൊടുത്തരടാ പാവം. ഞങ്ങൾ ഈ വഴിയിൽ ഇങ്ങനെ പോകുന്ന ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളൊരു കുട്ടിയാണ് ഞാൻ. ഇതെന്റെ ഭർത്താവാണ്. 7 വർഷമായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുന്നു അല്ലേ, കുട്ടികളായിട്ടില്ല. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പ്രാർത്ഥിക്കുന്നു. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ റിപ്ലൈ നിങ്ങൾക്കാണ്. കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ടോക്സിക് ആയിട്ടുള്ള കുറെ കമന്റ്സ് ഉണ്ടല്ലോ, അതിനെ റിയാക്ട് ചെയ്തോണ്ട് നിങ്ങൾ ട്രിപ്പ് പോയപ്പോ ഒരു വീഡിയോ ചെയ്തിരുന്നു. ചേട്ടൻ എന്ത് രസമായിട്ടാണ് റിയാക്ട് ചെയ്തേ.
എടാ അത് 3-4 years back വീഡിയോ അല്ലേ 2 years. 2 years. Yeah, 2 years. അങ്ങനത്തെ ടോക്സിക് കമന്റ്സ് ഒക്കെ വരുമ്പോ ചേച്ചിക്ക് ചില ഇടക്കൊക്കെ വിഷമമാവാറുണ്ടോ? ആദ്യം വിഷമം ഉണ്ടാവായിരുന്നു, ഇപ്പൊ വിഷമമൊന്നുമില്ല. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ കമന്റ് സെക്ഷൻ നോക്കാറേ ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പോസിറ്റീവ് ആയിട്ട് കമന്റ്സ് അയക്കണമെന്നുള്ളവര് എനിക്കറിയാം, അവരെനിക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ അവരായിട്ട് എന്നാലും ഇടയ്ക്ക് കമന്റ്സ് നോക്കാറുണ്ട്. നല്ല ഇപ്പൊ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരെ തിരിച്ച് പിന്നെ അവർക്ക് റിപ്ലൈ ചെയ്യാറുണ്ട്. നെഗറ്റീവ് കമന്റ്സ് മൈൻഡ് ചെയ്യാറില്ല. എന്തിനാ നമ്മൾ വെറുതെ ചുമ്മാ ടോക്സിക് ആയിട്ടുള്ള മെസ്സേജ് അയക്കുന്നവരും കമന്റ്സ് അയക്കുന്നവരും അവരങ്ങനെ അയച്ചോളും. അങ്ങനെ പറഞ്ഞവർക്ക് കിട്ടില്ല റിയാക്ഷൻ ആയിട്ടായിരുന്നു അത് വന്നത്. പിന്നല്ല, ഒരെണ്ണം ചെയ്യാൻ സമയമായല്ലേ നമുക്ക്. അവർക്ക് മൈലേജ് കൊടുക്കണം. അവര് വന്ന് കമന്റ് ഇട്ടിട്ട് പൊക്കോട്ടെ. ഇല്ല, അത് നമ്മളെ ഈ കമന്റ്സിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത ആൾക്കാരൊന്നും മാറാൻ പോകുന്നില്ല. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും അവർ മാറാൻ പോകുന്നില്ല. അവരെ മാറ്റാനായിട്ട് നമുക്ക് പറ്റുമല്ല. അവരെ മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തോരം നല്ല കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവര് മാറണ്ടല്ലേ. എന്നിട്ട് മാറിയില്ലെങ്കിൽ മാറാനേ പോകുന്നില്ല. അതുകൊണ്ട് അവരവരുടെ പാട്ടിന് പൊക്കോട്ടെ, നമ്മൾ നമ്മുടെ പാട്ടിന് പൊക്കോട്ടെ. അങ്ങനെ ഒരു കമന്റ് കണ്ട് നമ്മുടെ മൂഡ് പോകരുത്, അത്രേ ഉള്ളൂ. ആൾക്കാർ പറയും, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചേട്ടാ സരിഗമപ ഫ്ലോർ എത്രത്തോളം ചേട്ടൻ മിസ് ചെയ്യുന്നുണ്ട്? അയ്യോ, എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് എന്നെ ഞാൻ ആക്കിയ ഷോ. കുറച്ചാൾ മുന്നേ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടില്ലായിരുന്നു, ഫ്ലോറിലൊക്കെ നിൽക്കുന്നതിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്ലോർ സരിഗമപ. കാര്യം ഞാൻ ആക്കിയ ഫ്ലോർ ആണത്. ഞാൻ ആദ്യമായിട്ടാണ് റിയാലിറ്റി ഷോയുടെ ആ ഒരു ലോകത്തേക്ക് കയറുന്നത്. സൂര്യ മ്യൂസിക് എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് എൻ്റെ കൂടെ വന്നവരൊക്കെ റിയാലിറ്റി ഷോ ചെയ്ത് വലിയ വലിയ ഷോസ് ഒക്കെ ചെയ്ത് അവിടുന്ന് പോയപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, നമുക്ക് അതിനുള്ള ടാലന്റ് ഇല്ലാത്തതുകൊണ്ടാണോ നമ്മളെ വിളിക്കാത്തത്. പക്ഷെ നമ്മുടെ വിളി വന്നപ്പോൾ നമുക്ക് പറ്റിയൊരു ഷോ. അപ്പൊ ആദ്യത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ 3 ദിവസത്തെ സ്കെഡ്യൂൾ എനിക്കറിയാം ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളത്. ഞാനിങ്ങനെ എൻ്റെ ഡയറക്ടർ സൗചേട്ടനെ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞാൽ കുഴപ്പമില്ല, ആ ഒരു സൂര്യ മ്യൂസിക് സാധനം ഉണ്ട്, നമുക്ക് മാറ്റിയെടുക്കാം. ചേട്ടാ മാറ്റിയെടുക്കാൻ ഞാൻ റെഡിയാ, ഞാൻ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മുടെ കയ്യിലായ ആ ഷോയ്ക്കകത്തേക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ കയ്യിലായപ്പോൾ പിന്നെ അത് കാര്യം ഓരോ ഷൂട്ട് ഡേയ്സും അങ്ങനെ. ഇപ്പം രാവിലെ 7 o'clock അവിടെ ചെന്ന് ചിലപ്പോൾ തീരുന്ന 11 മണി 11:30 നമുക്കൊന്നുമില്ല. പിറ്റേ ദിവസം ഓക്കെ രാവിലെ വരാം, ഓരോ മാസം ഇത്ര ദിവസം അത്ര ഗ്രൂമിങ്ങിന് പോകും, ഗ്രൂമിങ്ങിൻ്റെ കൂടെ ഇരിക്കും, അവിടെ നിന്ന് ചെറിയ ചെറിയ കഥകൾ കിട്ടും, അത് ചുരണ്ടി വലുതാക്കും. ഇൻ ആൻഡ് ഔട്ട് എൻജോയ് ചെയ്തൊരു ഫ്ലോർ അത്. പിന്നെ ഷാനിക്ക ഉണ്ടായിരുന്നു, ഗോപിച്ചേട്ടൻ, ചേച്ചി, ഷെരീഫിക്ക, മിഥുൻ, എല്ലാവരും അടിപൊളിയാണ്. അപ്പൊ എനിക്കൊന്ന് ഇപ്പൊ ചെയ്യുന്ന ഷോ ചെയ്യുമ്പോഴും ഞാൻ ഇടയ്ക്ക് സരിഗമപ ആലോചിക്കും. ഇനിയിപ്പോ സരിഗമപ അടുത്ത സീസൺ വരുന്നുണ്ട്, അതിൽ വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ടെന്ന് വെച്ചാൽ പിന്നെ എപ്പോഴും സരിഗമപയിൽ എപ്പോ വിളിച്ചാലും ഞാൻ പോകും. പാപ്പനായിട്ടൊക്കെ ഇപ്പോഴും ഭയങ്കര അയ്യോ, പാപ്പൻ അന്നും എന്നും ജങ്കാണ്. ഓക്കെ, ഞാൻ നിങ്ങൾ ഈ ഇടയ്ക്ക് ചേട്ടൻ ഒരു ചലഞ്ച് ഒക്കെ ചെയ്തില്ലായിരുന്നോ പാട്ടൊക്കെ വായിച്ചിട്ട്? പാപ്പം വന്ന് അത് ഞാനല്ല ചെയ്തത്, ഷാനിക്ക ഒരു ഐഡിയ ആയിട്ട് വന്നു. എനിക്ക് പറഞ്ഞു ഇപ്പൊ ഷാനിക്കയുടെ പാട്ട് റീമിക്സ് ചെയ്യാന്ന്. അപ്പൊ ഞാനിത് കണ്ടു, അതെന്നെ ഞാൻ റീമിക്സ് ചെയ്താലെന്ന്, നീ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഷാനിക്കയുടെ അടുത്ത് 2 ആഴ്ചയൊക്കെ ഇരിക്കുമ്പോ ഷാനിക്കയുടെ വീട്ടിൽ പോകും. ഞാന് അപ്പു ഗ്രേ ഒക്കെ ആയിട്ട്. ഷാനിക്കയുടെ മോനുണ്ട് പിന്നെ റയാൻ ഷാൻ, അപ്പൊ അവന് ഗ്രേ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങൾ പോയി അവിടെ ഇരിക്കും, കുറച്ച് സമയം നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണും, ചില്ല് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അപ്പൊ ഒരു സമയം ഇക്ക ഇല്ലായിരുന്നു. ഇക്കയുടെ കീബോർഡിൽ ഇക്ക പാട്ട് കമ്പോസിന്റെ കീബോർഡ് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിട്ട് ആ കീബോർഡ് ഒക്കെ എടുത്ത് ഞാൻ തിരുവാവണി രാവ് റീമിക്സ് ചെയ്താലോ, തിരുവാവണി രാവ് അതിങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോ ഇക്ക ഇത് വീഡിയോ ചെയ്താലോ, അങ്ങനെ ചെയ്താ. ഭയങ്കര രസമായിരുന്നു, നോക്കുമ്പോ അതെല്ലാം ഇടിച്ചാ ഇതേ തന്നെ ഭയങ്കര രസമായിരുന്നു. ചേച്ചി പോവായിരുന്നോ സെറ്റിലൊക്കെ? ഞാന് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഒരുമിച്ച് ചെയ്തു. സരിഗമപയുടെ സെറ്റിൽ ഐ തിങ്ക് ഒരു once or twice അത്രേ പോയിട്ടുള്ളൂ. പക്ഷെ ആ സെറ്റ് ഭയങ്കര ഫണ്ണാണ്. അവിടെയുള്ള എല്ലാവരായിട്ടും നല്ല, ഐ മീൻ എല്ലാവരായിട്ട് അല്ലെങ്കിലും കുറച്ചു പേരായിട്ട് ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് സ്റ്റിൽ അല്ലേ. ഇന്ദുമാക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നിങ്ങൾ എന്തായാലും കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇതായിട്ടുള്ള കപ്പിൾസ് ആണല്ലോ, പ്രചോദനമായിട്ടും എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല കപ്പിൾസ് ആണ്. അപ്പോൾ നോ ഫിൽറ്ററില് ചേച്ചി പറഞ്ഞിരുന്നു ഡസ് ട്രൂ ലവ് എക്സിസ്റ്റ് എന്നുള്ളൊരു സാധനം.
ഇപ്പൊ നമ്മൾ കറന്റ്ലി കുറെ ന്യൂസും ചേട്ടൻ അത് ഏതോ ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്താലും വിഷം കൊടുക്കുന്നു, കുത്തിക്കൊല്ലുന്നു, ഇങ്ങനെ കുറെ ന്യൂസ് ഒക്കെ കേൾക്കാണ്. അപ്പൊ ഈ ട്രൂ ലവ് എക്സിസ്റ്റ് എന്നുള്ള ഒരു സംഭവത്തിനോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ചേച്ചി പറ ചേച്ചി. ചേച്ചി ചേട്ടൻ പറ ചേട്ടൻ പറയണം, ചേച്ചിയും പറയണം. ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ചാ ചേച്ചി പറയട്ടല്ലേ? അല്ല, സെയിം തന്നെ. ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ബാക്കിയുള്ളവരുടെ വി കൻ നോട്ട് പുട്ട് ആർ ലൈക്ക് ഇൻ ദെയർ ഷൂസ് എന്ന് നമ്മൾ പറയാം, അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഇതിന്ന് നമ്മളുടെ 7 years ആയിട്ട് നമ്മൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആഫ്റ്റർ ഓൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അല്ലെങ്കിൽ ഒന്ന് എന്താടാ ഞാൻ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഇവിടെ തീർന്നു. സോ വി ഹാവ് എ പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ വേറെ കുറെ എലിമെന്റ്സ് ഉണ്ട് ഈ പറഞ്ഞ എല്ലാം വർക്ക്ഔട്ട് ആവാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലവ്, വേറെ കുറെ എലിമെന്റ്സ് ഉണ്ടല്ലോ. ഇതെല്ലാം ഒരു ഒരു ലെവലിൽ അങ്ങ് പോകുമ്പോഴത്തേക്കും വർക്ക് ആവുന്നതാണ്. എന്തോ ഞങ്ങൾക്കൊക്കെ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. കാര്യം എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് പോലും തന്നെ കല്യാണം കഴിഞ്ഞിട്ട് വിത്തിൻ 6-7 months തന്നെ ഡിവോഴ്സ് ആവുന്നവരുണ്ട്. ഒരു കുട്ടിയായി 9-11 years ഡിവോഴ്സ് ആവുന്നവരുണ്ട്. ഡിവോഴ്സ് അല്ലാതെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പം ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ രീതിയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഇറ്റ് ഓൾ വർക്ക്ഡ് ഔട്ട്. അപ്പം അല്ലേ? അതിപ്പോ പറഞ്ഞാലും ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പക്ഷെ സംസാരിച്ച്. അതാ ഞാൻ പറഞ്ഞത്, വീണ്ടും ഇത് ഞങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവും ഞങ്ങളുടെ ലൈഫുമാണ്. എല്ലാവർക്കും സെയിം ആവണമെന്നില്ലല്ലോ. ഇത് എല്ലാവർക്കും വിചാരിച്ച ഇപ്പൊ എല്ലാം പിന്നെ ഒരു സാധനത്തിന്റെ നല്ലതിൽ നമുക്ക് കിട്ടണമെന്നില്ല അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ചിലപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഫ്രൂട്ടിന്റെ ഒരു സൈഡ് കേടുണ്ടാവും, ഒരു കുഞ്ഞു സൈഡേ കേടുണ്ടാവുള്ളൂ. നമ്മളത് ചിലർ ആ ഫ്രൂട്ട് അപ്പാടെ എടുത്ത് കളയും, ചിലർ ആ കേടുള്ള ഭാഗം കളഞ്ഞിട്ട് അത് കഴിക്കും. അതൊക്കെ നമ്മളാണ്, നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ഇഷ്ടം. അത് നമുക്ക് അങ്ങനെ ആക്ച്വലി റിലേഷൻഷിപ്പൊക്കെ അങ്ങനെ. അതിപ്പോൾ എല്ലാവരും പറയും, ഞാൻ എവിടെ പറഞ്ഞു വിട്ടത് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്താണോ. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആ വാക്ക് ചിലപ്പം എല്ലാവരും മീൻ ചെയ്യുന്ന ഒറ്റ അർത്ഥത്തിലായിരിക്കും. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്കിനല്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് അത് ഇഷ്ടമാകത്തില്ല. അപ്പം നമ്മുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെ രീതിയിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ഇപ്പം നമ്മുടെ അച്ഛന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ അച്ഛനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അത് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതോ അല്ല, അത് നമ്മൾ നമ്മുടെ ഇഷ്ടം കാണിക്കുന്നതാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇപ്പം എനിക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമാണ്, അപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുമ്പം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയും ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് റെഡിയായി വരുമെന്ന് നോക്കും. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കുറച്ചിലുകളൊക്കെ നടത്തും. ഒരു സാധനം ഒരു സ്ലോട്ടിൽ കറക്റ്റായിട്ട് വീണില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കത്തില്ലേ, അതേപോലെ പിന്നെ ഞങ്ങൾക്ക് വഴക്കുണ്ടാകാൻ ഉള്ള കാരണങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞ് സോട്ട് ചെയ്യും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ. അതത്രേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, മറ്റേ മാൽദീവ്സിൽ പോയപ്പോ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ചേട്ടൻ കൊടുത്ത മറുപടിയായിരുന്നു. എന്റെ ഭാര്യ എന്തിടണമെന്ന് അത് അവളുടെ ഇഷ്ടമാണ്, അത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവള് ചെയ്തോട്ടെ എന്നുള്ള സംഭവമൊക്കെ. നമ്മളൊരു ഫോട്ടോ ഇടുമ്പം ഇപ്പൊ ആ ഫോട്ടോയിൽ ടു ബി ഓപ്പൺ, ആ ഫോട്ടോയിൽ ഒരു ക്ലീവേജ് കണ്ടെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് നിനക്ക് നാണമില്ലേ, നിന്റെ ഭാര്യയല്ലേ. ഇവരുടെയൊക്കെ വിചാരം ഇവരെന്തോ കണ്ടുപിടിച്ചെന്നാ. നിങ്ങൾ എന്ത് കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആരും നമ്മളുടെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ഈ ഫോട്ടോ കൊള്ളാം, ഇത് രസമുണ്ട്, ഇത് ഇടാം എന്ന് പറയുന്ന ഫോട്ടോസേ ഈ കാണുന്നവരൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. കാര്യം ഇപ്പൊ ജീവ പറഞ്ഞല്ലോ, ലൈക്ക് എന്റെ ഭാര്യ എന്തിടണം എന്ന്, എന്താണ് എന്റെ ഭാര്യ ഇടുന്നതിൽ എനിക്ക് കുഴപ്പമില്ലാന്ന്. അവൾക്ക് ഇഷ്ടമുള്ളതല്ലേ അവൾക്ക്. എക്സാക്ട്ലി. എന്റെ ഭാര്യക്ക് ഇടാൻ ഇഷ്ടമുള്ളതും കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം അവള് സെലക്ട് ചെയ്യട്ടെ, അവൾ ഇടട്ടെ. എക്സാക്ട്ലി. ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് അവര് തിരിച്ചു പറയും. അനോ ചില ഹസ്ബൻഡ്സ് ആണെങ്കിലും ചിലവര് പറയും എനിക്ക് കുഴപ്പമില്ല അവൾ അത് ഇടുന്നതിനെന്ന്. ഇറ്റ്സ് നോട്ട് അയാൾക്ക് കുഴപ്പമില്ല എന്നുള്ളതല്ല, ആൾക്ക് ആ ഇടുന്ന ആളുടെ ആണ് അത് ഇഷ്ടം. ഇപ്പൊ ഞാൻ ഒരു ഡ്രസ്സ് ഇടുമ്പം ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ ഡോണ്ട് ഈവൻ ആസ്ക് ജീവ. ഞാൻ ചോദിക്കാറില്ല ജീവ ഞാൻ ഇത് ഇട്ടോട്ടെ എന്ന് ചോദിക്കാറില്ല. വൈ ഷുഡ് ഐ ആസ്ക് ഹിം, ലൈക്ക് വൈ ഷുഡ് ഐ ആസ്ക് ഫോർ ദ കൺസെന്റ്? ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു ഡ്രസ്സ് എന്നായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇറ്റ്സ് മൈ ഡിസിഷൻ. പക്ഷെ ഐ ക്യാൻ ടെൽ ഹിം ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു എന്നുള്ളത് എനിക്ക് പറയാം. പക്ഷെ അല്ലാതെ ഞാൻ പോയി റിക്വസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ പോയിട്ട് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്, ഹീസ് മൈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹീസ് മൈറ്റ് ബി മൈ ഫാദർ അല്ലെങ്കിൽ മൈ മോം ഒക്കെ ആയിരിക്കാം. പക്ഷെ നമ്മള്
അതാണ് പറയുന്നത്. അത് അവിടെ പോയി നമ്മൾ ചോദിക്കുക, അഭിപ്രായം ചോദിക്കുക, പെർമിഷൻ എടുക്കുക, യെസ് ഓർ നോ കേൾക്കുക, അതിന്റെ ആവശ്യമില്ല. ഇഫ് യു തിങ്ക് യു വാണ്ട് ഡു സംതിങ്, വെയർ സംതിങ്, ഈറ്റ് സംതിങ്, ഡ്രിങ്ക് സംതിങ്, ഇറ്റ്സ് യു. അത് നിങ്ങൾക്ക് തോന്നുവാണ് അത് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയാൽ ചെയ്യാം, ഇത് ചെയ്താൽ ഇറ്റ്സ് ഗോയിങ് ടു ഹാം മീ എന്ന് തോന്നിയാൽ ചെയ്യരുത്. അപ്പൊ നമ്മൾക്കല്ല, നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ, മണ്ടന്മാര് പൊട്ടന്മാരൊന്നുമല്ലോ, നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാം. ചിലടത്ത് നമുക്ക് ആ ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് അത്രയും ഇതായിട്ട് ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും, ചിലപ്പോൾ അത് വൈഫ് ആയിരിക്കും, ചിലപ്പോൾ അച്ഛൻ അമ്മയായിരിക്കും, നമ്മളത് ചോദിക്കും ഇത് ഞാൻ ഇട്ടോ എങ്ങനെ ഉണ്ടായിരിക്കും. ഇപ്പൊ എന്നോട് പറയും സാരി ഇടുന്നത്, ആ സാരിക്ക് സ്ലീവ് ഉണ്ടോ, ആ ബ്ലൗസിന് സ്ലീവ് ഉണ്ടോ, ബ്ലൗസിന്റെ ബാക്ക് എത്ര ഓപ്പൺ ആണ്, അത് ട്രാൻസ്പെറന്റ് ആണോ, ഇത് ഞാൻ ചോദിക്കുമ്പോഴേ അതെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണേ. ഒരു സാരിയാണ് ഇപ്പൊ ഞാൻ ചോദിക്കും എന്താ ഡ്രസ്സ് ഇടുന്നത്, സാരിയാണ്. കാര്യം സാരി ഇടുമ്പോൾ ഞാൻ മറ്റേ കോട്ട് സൂട്ട് അലുവേ മത്തിക്കറി സാരിയാണോ, ഏതാ കളറ്, പിന്നെ ഞാൻ മറ്റേ കപ്പിൾ ഗോൾസ് അല്ലാത്തതുകൊണ്ട് സെയിം കളർ പരിപാടി ഇല്ല. അല്ല സെയിം കളറ് മറ്റേ ബോമിന് മോളി അതേപോലെ ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഞങ്ങൾ അങ്ങനെ മാക്സിമം ട്രൈ ചെയ്യും അങ്ങനെ ആവാതിരിക്കാൻ. ഞാൻ ജീവനോട് പറയും, ജീവ ഞാൻ പിങ്ക് ആണ് ഇടുന്നത്, ദയവ് ചെയ്ത് പിങ്ക് ഇടരുത്. അപ്പൊ അതിനാണ് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്ന കളർ ഇടുന്ന അല്ലാതെ ഈ പറഞ്ഞ പോലെ. പിന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ഫോട്ടോ. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം നമ്മൾ ധരിക്കും, നമ്മൾ ഫോട്ടോ ഇടുന്ന പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനല്ലേ ഫോണില്. അവർക്ക് ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല മാറ്റിക്കളഞ്ഞു, വേണം നമ്മളെ ബ്ലോക്ക് ചെയ്തോ റെസ്ട്രിക്ട് ചെയ്തോ, ഒരു പ്രശ്നമില്ല. മാൽഡീവ്സ് കണ്ടപ്പോ ഓ ബ്ലോഗ് മാൽഡീവ്സ് പ്ലേസ് ഒക്കെ കാണാം, ഡ്രസ് അത് ആൾക്കാർ ഇവിടെ നിന്ന് ബാക്കിയൊക്കെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. അല്ല അപ്പൊ നമ്മൾ ഇനിയിപ്പം നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ പോകുമ്പോ ഞാൻ സാരി ഇട്ട് ബീച്ചിൽ നിൽക്കാം, അതെങ്ങനെ ഉണ്ടാവും? എന്നിട്ട് ഞാനൊരു ഫോട്ടോ പോസ്റ്റ് കേരള സാരി കൊടുത്തിട്ട് എന്റെ മൈൻഡിൽ അതുണ്ട്. അടുത്ത ബീച്ച് വെക്കേഷൻ നമ്മൾ പോകുമ്പോൾ സാരി എടുത്ത് ബീച്ചിൽ ഇങ്ങനെ നിൽക്കാം, എന്നിട്ട് ആ ഫോട്ടോ പോസ്റ്റ് അതിന്റെ താഴെയുള്ള കമന്റ്സും കൂടി എനിക്കൊന്ന് കാണണം. അങ്ങനെ സാരി എടുത്ത് ഷിട്ട് നടക്കുന്നു, ഞാനൊരു ബീച്ച് വെയറിൽ ഇപ്പൊ ലെറ്റ്സ് സേ ഒരു ഷോർട്സ് ഇതൊക്കെ നടക്കുന്നു, അപ്പൊ ആൾക്കാർ എന്നെ ഒരു നോട്ടമുണ്ട്, wow nice couple wow beach sari where are you from എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാ വരുന്നത് എന്നൊക്കെ. അതിപ്പോ നമ്മുടെ ഈ പിന്നെ ഡ്രസ് അക്കോർഡിംഗ്ലി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ ശീലിക്കുന്നില്ലാത്തോണ്ടായിരിക്കും. അല്ല നമ്മുടെ നാട്ടിൽ ആ കൾച്ചർ ഇല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിലോ ചെറായിലോ ബീച്ചിലൊക്കെ പോയി ഡു യു തിങ്ക് യു വിൽ സീ someone wearing bikini? No, ആരും ഇടത്തില്ല. കാര്യം നമ്മുടെ നാട്ടിൽ ആ കൾച്ചർ ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. യു ഹാവ് ടു ഡ്രസ് അക്കോർഡിംഗ്ലി. മാൽദീവ്സിൽ പോയിട്ട് എനിക്ക് സാരിയും ചുരിദാർ ഇട്ടിട്ട് ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമോ? ഇപ്പൊ കുറെ ആൾക്കാര് ട്രാവൽ ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു ആ സാധനം ബ്രേക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ആ പോകുന്ന സ്ഥലത്തിനനുസരിച്ച് ആ ക്ലൈമറ്റിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ കാണുമ്പം ഓക്കെ രസമുണ്ട്. നമ്മളൊരു ഇപ്പൊ എല്ലാരും പറയും ന്യൂ ജനറേഷൻ ഒരുപാട് കാര്യങ്ങൾ നല്ലത് വരുന്നുണ്ട്, അതാരും പറയുന്നില്ല. എന്തായാലും പറഞ്ഞാൽ തോളെ കയറാൻ മാത്രം എല്ലാവർക്കും അറിയുള്ളൂ. ന്യൂ ജനറേഷൻ അവന്മാരെ കണ്ടാ അറിയാം, അമ്മാരുടെ പോക്ക് കണ്ടാ അറിയാം. ഇവര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇവിടെ ആർക്കും പറയണ്ട, എന്തേലും ഒന്ന് കിട്ടാൻ നോക്കിയിരിക്കുക. ഫോട്ടോ ഇട്ട് ഇനിയിപ്പോ കുറച്ച് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇനി റീച്ച് ഒക്കെ ഇച്ചിരി ഡൗൺ ആയിരിക്കും, അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ഫോട്ടോ ഇട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. അതെ, ഓക്കെ. പോകുന്നുണ്ടോ ബീച്ച് വെക്കേഷൻ എവിടെയെങ്കിലും? എനിക്ക് മാൽദീവ്സ് പോകാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ചേച്ചിയുടെ ആ വ്ളോഗ് ഞാൻ ഫുൾ ഇരുന്ന് കാണും. അതിന്റെ ഇടയിലാണ് ആൾക്കാർ ഒരു സോളോ ട്രിപ്പ് പോണം പാറു, പോണം. ഒരു ഇവരോട് പറ റെസിഗ്നേഷൻ കൊടുത്തിട്ട് പോക്കോ. റെസിഗ്നേഷൻ കൊടുക്കട്ടെ, ലോങ് ലീവ് എടുത്താൽ മതി. വേണ്ട, ലോങ് ലീവ് എടുത്തിട്ട് ഒരു മാൽദീവ്സ് ട്രിപ്പ്. അല്ല സോറി, റെസിഗ്നേഷൻ വേണ്ട. അയ്യോ സോറി ഇല്ല, പാറുവിന്റെ ഫാൻസ് എന്റെ അടുത്ത് വരും, വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ലോങ് ലീവ് സോളോ. ഞാൻ എന്താ പറഞ്ഞേ, സോളോ വേണ്ട, പാർട്ണറുമായിട്ട് ട്രിപ്പ് ബോയ് ഫ്രണ്ട്. അയ്യോ അമ്മേ, ഞാൻ പറഞ്ഞത് തന്നെ നല്ലത് സോളോ. അമ്മ കാണുന്നുണ്ട്, സോളോ മോളെ എഴുതിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഞാനല്ല ഇവൾ. നിങ്ങൾ ഇത്രയും പോയാൽ ഏറ്റവും എൻജോയ് ചെയ്ത പ്ലേസ് ഏതായിരുന്നു? ജീവയുടെ കൂടെ പോയിട്ട് ഞാൻ ഒരിടത്ത് എൻജോയ് ചെയ്തിട്ടില്ല. അത് കേട്ടോ ഗൈസ്? ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സ്ഥലം ആലോചിക്കുമായിരുന്നു. അല്ല, ഞാൻ ജീവയുടെ കൂടെ പോയിട്ട് ഒരു സ്ഥലം എൻജോയ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ നന്നായിട്ട് എൻജോയ് ഇല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എനിക്ക് തോന്നുന്നു ബ്രോഡ്വേ.
അല്ല ഞങ്ങള് പോയ എല്ലാ സ്ഥലവും അല്ല 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 ഞങ്ങള് അറമാദ് അല്ല 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 ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് തായ്ലൻഡ് തായ്ലൻഡ് മാൽദീവ്സ് എൻജോയ് ചെയ്തില്ലേ? പക്ഷെ തായ്ലൻഡ് മാൽദീവ്സ് രാവിലെ എഴുന്നേറ്റ് കടലിലോട്ട് അട്ടം നോക്കി ഇങ്ങനെ കിടക്കും. ഹായ്, കടൽ. വേറെ ഒന്നും കാണാനില്ലല്ലോ അവിടെ. 3 ദിവസം ഒരു ഐലൻഡിനകത്ത് ചുറ്റും കടല്. കടൽ രാവിലെ ബോട്ട് പോകുന്നു, സീ പ്ലെയിൻ പോകുന്നു, കടല് കാണും, ചായ കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ചുറ്റും നോക്കുമ്പോ കടല്. കടലിന്റെ ഇടയ്ക്ക് കുറച്ച് മതാമന്മാർ. ഹായ്, എന്ത് രസം. കണ്ണാടി എടുത്ത് വെക്കും, വായി നോക്കും. കണ്ണെടുത്ത് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ അങ്ങനെ കണ്ണട എനിക്ക് കണ്ണ് മാത്രം. സ്പെക്സിന് താഴെ ഷെയ്ഡ്സിന് താഴെ കണ്ണിങ്ങനെ അപർണ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കണല്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ അവരുടെ ഇങ്ങനെ കണ്ണാടി വരുമായിരുന്നു ഇങ്ങനെ. പിന്നെ ഉച്ചക്ക് ലഞ്ച്, പിന്നെ ഒരു ഉറക്കം, പിന്നെ വൈകുന്നേരം എഴുന്നേറ്റ് കടലിലൊരു കുളി, പിന്നെ ഒരു ചായ, പിന്നെയും കടല്, ചായ, സൺസെറ്റ്. പിന്നെ വൈകുന്നേരം അവിടെ ചെറിയ ചെറിയ മ്യൂസിക് പരിപാടി, അത് പിന്നെ ഡിന്നർ. അല്ല, മാൽദീവ് ഭയങ്കര ലക്ഷറി, കാം, എന്താ പറയാ, ഫുൾ നമുക്കൊരു റീസെറ്റ് മോഡ് ട്രാവൽ ആണ്. പക്ഷെ തായ്ലൻഡ് വാസ് ക്രേസി. ഓ തായ്ലൻഡ് വാസ് ക്രേസി. തായ്ലൻഡ് പോയിട്ടുള്ളവർക്ക് അറിയാം. എനിക്ക് ആ മാസം ലൈക്ക് ഒരു ക്രേസി ട്രാവൽ. ആ ഒരു 2 മാസം കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് ട്രിപ്പ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തായ്ലൻഡ് പോയി. അത് കഴിഞ്ഞ് ജീവ 1 വീക്കിൽ പിന്നെയും പോയി. പുക്കറ്റ് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ബാലിക്ക് പോയി. ബാലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് കല്ലുമലയുടെ ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്തൊരു സംഭവം. ബാലിക്ക് പോയി തിരിച്ചു വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനും ലിജോയും കൂടെ ലിജോയെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മളൊരു ട്രാവൽസുമായിട്ട് ടൈപ്പ് ആയിട്ട് പിന്നെ ഞങ്ങള് പട്ടായ. പട്ടായ ചേച്ചി പോയായിരുന്നു? ഓ ഇല്ല, പട്ടായയിൽ ഇവര് ഒരു സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയതാ. അവിടെ പോയി ഭജന ഇരുന്നു. പിന്നെ അതെ ഭജന, ഞാൻ അതുകൊണ്ട് പോയില്ല. ഭജന, പിന്നെന്തായിരുന്നു നേർച്ച, പിന്നെ മുട്ടയടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അവിടെ ചെന്ന് കാര്യത്തോട് അടുത്തപ്പോഴത്തേക്കും മുട്ടയടിച്ചില്ല. അതായത് എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ, മിഥ്യാധാരണയുണ്ട്. എവിടെ പട്ടായ്ക്ക് അല്ല, പട്ടായിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ക്ഷേത്രങ്ങൾ, ബുദ്ധ പ്രതിമകളുള്ള ക്ഷേത്രങ്ങൾ. നേരത്തെ പറഞ്ഞ ന്യൂ ജനറേഷൻ അല്ലേ ഈ കൊനെസ്റ്റ് പറഞ്ഞത്, ആ കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. അല്ല, അവിടെ ആക്ച്വലി ഒരുപാട് ഫാമിലി വരുന്നുണ്ട്, ഒരുപാട് ഫാമിലി. അതില്ലാന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ലല്ലോ. ഞാൻ അതാ പറയുന്നത്, ഞാൻ അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പിന്നെ ഫാമിലിയെ കണ്ടു. അവര് ഫാമിലി ആയിട്ട് ട്രിപ്പ്, ലൈക്ക് പിന്നെ ബാങ്കോക്ക്, പട്ടായ. കൊറേ മലയാളീസ് ഉണ്ടാവും കേട്ടോ, ഇഷ്ടം പോലെ പേര് പട്ടായയിലുണ്ടാവും. എവിടെ തിരിഞ്ഞാലും ഉണ്ടാവും. അതും കൂടുതലും കേരളൈറ്റ്സ് ആണെന്നുള്ളതാണ്. നമ്മളിങ്ങനെ കൊറേ മലയാളീസ് ഉണ്ടായിരുന്നു. പട്ടായയിൽ കൊറേ ഉണ്ടെന്ന് ജീവ പറഞ്ഞായിരുന്നു. ഞാനിവരുടെ പോയില്ല. ഞാൻ ഇവരെ വിട്ടു, പോയിക്കോട്ടെ പ്രാർത്ഥിക്കാനൊക്കെ. വിളിച്ചില്ലേ വരാനായിട്ട്? ഇല്ല. ഞാൻ ലിജോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ട്രിപ്പായിരുന്നു. ഫ്രണ്ടുണ്ട് ലിജോ, അറിയാലോ, നമ്മുടെ യൂട്യൂബ് ചാനലിലെ സ്വന്തം സഹചാരി. അപ്പൊ അവൻ ഇന്റർനാഷണൽ ട്രിപ്പ് പോയിട്ടില്ല. അപ്പൊ അവനെ കൊണ്ട് ചുമ്മാ ഒരു കറക്കമൊക്കെ കറങ്ങി 2 ദിവസം 3 ദിവസം മാക്സിമം 3 ദിവസം. എന്റെ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് എന്ന് വെച്ചപ്പോ ആദ്യം എന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ചോടാ നിന്നോട്. ഇല്ല, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോഴത്തേക്കും ജീവ സത്യം പറയുകയാണെങ്കിൽ എന്നോട് പറഞ്ഞു, ലിജോയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത ട്രിപ്പായിരുന്നു, അവന്റെ ഹാപ്പിനെസ് ആയിരുന്നു എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു. ില്ലാതുകൊണ്ട് എനിക്കൊരു രസമില്ലായിരുന്നു. എവിടൊക്കെ പോയി ഒരു ഫോട്ടോ ഇട്ടായിരുന്നല്ലോ, അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ല? അൽഖാസർ ഷോയിലൊക്കെ അവിടെ കുറെ ഇങ്ങനെ ഗേൾസിനൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, പട്ടായ എന്ന് പറയുന്ന സ്ഥലത്ത് അൽഖാസർ ഷോ എന്ന് പറഞ്ഞിട്ട് ഷോ ഉണ്ട്. അത് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഷോകളിൽ ഒന്നാണ്. ലൈറ്റ്, അവരുടെ കോസ്റ്റ്യൂംസ്, ഭയങ്കര രസം, ഭയങ്കര ടൈമിങ്ങാ. അത് കാണണം, അത് അടിപൊളിയാണ്. അത് കണ്ടിട്ട് ഒരു 6:02 ചേച്ചിമാരുടെ കൂടെ ഞാൻ പിക്കിട്ടു. ചേച്ചിമാരുടെ കൂടെ ഒക്കെ ഫോട്ടോ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. സബാട്ടിക്ക എന്ന് പറഞ്ഞ നമസ്കാരം അല്ലേ? നമസ്കാരം. മറ്റേ കപ്പുങ്ക ഏതായിരുന്നു? അത് ബൈയാണ്. കപ്പുങ്ക എന്ന് പറഞ്ഞ താങ്ക് യു പറ. പറയുമ്പോ നമ്മള് ബബിൾക്കം ചോദിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന പോലെ ഇരിക്കണം. ജോലി റെഡി ആയിട്ടുണ്ട്. നേരെ തായ്ലൻഡിലേക്ക് ഫ്ലൈറ്റ് കയറിക്കോ, ജോലി റെഡി.
കപ്പുങ്ക, പിന്നെ മറ്റെന്തായിരുന്നു? സവാട്ടിക്ക. നമുക്ക് ഇത് കഴിയുമ്പോ കപ്പുങ്ക പറയാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോടാ പാവം കുഞ്ഞ്. അയ്യോ. അതായിരുന്നു. അപ്പൊ ഞങ്ങള് പോയതിൽ ഏറ്റവും ഞങ്ങള് മാൽദീവ്സ്, തായ്ലൻഡ് ഒക്കെ. ഓക്കെ ഓക്കെ. ഈ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ യൂട്യൂബ് ചാനൽ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതി കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നു ഷിട്ടുവിന്. കൊണ്ടുവന്നു. ഷിട്ടുവിന്റെ മമ്മി ഞാൻ മമ്മീന്റെ ഡാഡിയുടെ ഒക്കെ അടുത്ത് പോയിട്ട് മമ്മിയുടെയും ഡാഡിയുടെയും അടുത്ത് പോയിട്ട് എന്തായിരുന്നടാ ഓ ഗൈസ്, ഞാനൊരു വ്ലോഗ് ആ വ്ലോഗ്. എന്റെ ഫാമിലിയേ ഉള്ളൂ. അപ്പൊ ഞാനത് മമ്മ ഇതുവരെ വന്നിട്ടില്ല. അമ്മ അനിയനൊന്നും വന്നിട്ടില്ല. കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെ. ഡാഡിയും മമ്മീനെയും ഞാൻ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നു. ഇവരാരും അങ്ങനെ വരൂലടാ നമ്മളെ പോലെ അങ്ങനെ വന്ന് ക്യാമറ മുന്നിൽ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് വന്ന ഫീൽഡ്. അപ്പൊ ഒരാൾ വന്ന് നമ്മളെ കണ്ടിട്ട് നമ്മളെ വന്ന് പരിചയപ്പെടുന്നു, നമ്മളോട് ഫോട്ടോ എടുക്കുന്നു, നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ അത് അവർക്ക് എവിടെങ്കിലുമൊക്കെ പോകാനൊക്കെ ആയിരിക്കും. വളരെ നോർമൽ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നവരെല്ലാരും. അപ്പം ചിലപ്പോൾ കടലൊക്കെ സാധനം ഒരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പൊ അമ്മ ആണെങ്കിൽ വരണ്ടോ. അപ്പൊ അതുകൊണ്ട് ആരാ ഫാമിലി കുറച്ചുകൂടെ ഇപ്പൊ ചേച്ചിയുടെ ഫാമിലിയില് ചേട്ടനാണോ ചേട്ടന്റെ ഫാമിലിയിൽ ചേച്ചിയാണോ കൂടുതൽ അറ്റാച്ച്ഡ്? എങ്ങനെ നമ്മുടെ ഫാമിലി എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം, ചേട്ടന്റെ ഫാമിലിയില് ചേച്ചിയാണോ കൂടുതൽ അറ്റാച്ച്ഡ്, ചേച്ചിയുടെ ഫാമിലിയിൽ ചേട്ടനാണോ കൂടുതൽ അറ്റാച്ച്ഡ്? അതെങ്ങനെയാ? ഈക്വൽ ആണെന്ന് തോന്നുന്നല്ലേ? ചിരിക്കണേ. ഇല്ല, അങ്ങോട്ടും ഇല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ആക്ച്വലി ഞങ്ങള് രണ്ടുപേരും നമ്മള് സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. നമ്മള് ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിലാണ്. ഞങ്ങളല്ല ഫാമിലി ഞങ്ങള് നമ്മുടെ ഫാമിലിയിലല്ല താമസിക്കുന്നത്. എന്റെ മമ്മിയും ഡാഡി വേറെ താമസിക്കുന്നത്, ജീവയുടെ പേരൻസും പേരന്റ് ഹസ് ആൻഡ് മോം ആൻഡ് ബ്രദർ വേറെ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ എപ്പോഴും വീട്ടിലൊന്നും പോവാറില്ല. ഞാൻ എന്റെ വീട്ടിലും പോകല് ഭയങ്കര കുറവാണ്, ജീവയുടെ വീട്ടിലും പോകുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് പോവാനും പറ്റാറില്ല. ഇറ്റ്സ് ഓൾ ത്രൂ ഫോൺ റിലേഷൻ അങ്ങനെയൊക്കെയാണ് മെയിൻലി. ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിൽ എന്നാലും വല്ലപ്പോഴും ഒക്കെ പോവാറുള്ളൂ. അതും ഒരു കോഫി കുടിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരും അല്ലേ? അത്രയല്ലേ ഉണ്ടാവാറുള്ളൂ. അത്രേ ഉള്ളൂ. തിരക്കിന്റെ ഇടയ്ക്ക് ഒന്ന് ഓടിപ്പോയി ഒന്ന് കണ്ട് ചിലപ്പോൾ ഇച്ചിരി നേരം ഭക്ഷണം കഴിച്ചിട്ട് വരും, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് വരും. ചായ ഇട്ട് വെച്ചോ അത് എത്തി. പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അനിയനുണ്ട് അവിടെ. അനിയൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവൻ നോക്കിക്കോളൂ എല്ലാരും. ഇത്രയും ജോളി ആയിട്ടുള്ള ജീവചേട്ടനെ കരഞ്ഞ് ഞാൻ ആകെ കണ്ടത് സരിഗമപ്പയിലെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയി പോയല്ലേ ആ സമയത്ത്? ഞാൻ ഓർക്കുന്നു. അത് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമോഷണൽ ആയത് ആള് അക്ബർ എന്ന് പറഞ്ഞു വന്നിട്ടാണ് ഞാനവിടെ കിടന്ന് കരഞ്ഞ് മെഴുകി അവനെ സമാധാനിപ്പിക്കാൻ പോയാ എന്നെ സമാധാനിപ്പിക്കാൻ. ആ സോങ് അങ്ങനത്തെ ഒരു സോങ് ആയിരുന്നു, പൂമുത്തോളം എന്ന് പറഞ്ഞ രഞ്ജിൻ ചേട്ടൻ പാടിയ സോങ്. അപ്പൊ അക്ബറിന്റെ ഉമ്മയുടെ കാര്യം അക്ബർ ഓർത്തു. അപ്പൊ അവനിങ്ങനെ പെട്ടെന്ന് ഇമോഷണലായി. അപ്പൊ അത് കണ്ടോണ്ട് ഞാനിങ്ങനെ അവനെ വിളിച്ചതാ. പിന്നെ അവരെല്ലാരും എന്നെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ചേച്ചി ഉണ്ടായിരുന്നു അപ്പോ? ഇല്ല, ആ സമയത്ത് ഖത്തറിലായിരുന്നു. ഞാൻ ഖത്തറിലായിരുന്നു. ഈ തിരക്കിന്റെ ഇടയിലൊക്കെ നിങ്ങൾ എങ്ങനെയാ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത്? ലൈക്ക് ജീവചാനി മിക്കപ്പോഴും ഷൂട്ട്സ് ഉണ്ടാവും. ഇപ്പൊ വ്ളോഗ്സിലൊക്കെ നമ്മൾ കാണുന്നതല്ലല്ലോ ശരിക്കുള്ള റിയൽ ലൈഫിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങൾ. ഇപ്പൊ എല്ലാരും പറയും സോഷ്യൽ മീഡിയ ഒരു ഭയങ്കര ഹാപ്പിയോ ഭയങ്കര ചിൽ കപ്പിൾസ്. പക്ഷെ എല്ലാവരുടെയും ബാക്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ വ്ളോഗ്സ് കാണുന്ന പോലെ ആയിരിക്കില്ല, നിങ്ങൾ എപ്പോഴും ട്രിപ്പും അതൊന്നും ആയിരിക്കില്ല. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിലൊക്കെ എങ്ങനെയാ ടൈം മാനേജ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത്? എങ്ങനെയാ ചെയ്യുക? ഞാൻ ഷൂട്ടില്ലാത്ത ദിവസം ഫ്ലാറ്റിലുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഷിറ്റുവിന്റെ ഷൂട്ട് അവിടെ നടക്കുന്നത് ഞാൻ പിന്നെയും മൂവിക്കൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. ജീവയ്ക്ക് എനിക്ക് ഇപ്പോഴാണ് റീസെന്റ് എന്തോ അങ്ങനെ ഒരു സിൻഡ്രോം പിടിപെട്ടിട്ടുണ്ട്. എനിക്കിപ്പോ തിയേറ്ററിൽ പോയി പടം കാണാൻ പറയോ? എനിക്ക് സത്യം എനിക്കിപ്പോ വീട്ടില് ആ കംഫർട്ടിൽ ഇരുന്നിട്ട് OTT മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അതുകൊണ്ട് എന്നെ ഏത് പടത്തിന് വിളിച്ചാലും എനിക്ക് പോകാൻ മടിയാ. എനിക്ക് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ എനിക്ക് അതിന് ഇഷ്ടക്കേടില്ല, എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ ആ എഫേർട്ട് ഫ്രം ദ ബിഗിനിങ്, കുളിക്കണം, മേക്കപ്പ് ഇടണം, ഡ്രസ് ഇടണം, അവിടെ പോണം, അയ്യോ. അപ്പൊ ഞാൻ അതേപോലെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ PVR മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എടുത്താലോ എന്നിങ്ങനെ. അതാണ് പ്രശ്നമല്ലോ. എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണ് ഇഷ്ടം. പോയി വ്ളോഗില് പറഞ്ഞല്ലോ നെറ്റ്ഫ്ലിക്സ് വെക്കും, ഈ സോഫയിൽ ചേച്ചി ഇവിടെ ജീവചേട്ടൻ കിടക്കും. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ എനിക്ക് ആ ഒരു കംഫർട്ട് സോണിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്കിപ്പോ ലുലുവിൽ പോകാൻ ഇഷ്ടവുമല്ല. എന്ത് ടൂ ക്രൗഡഡാ. ഇല്ലേ, പഴയ ലുലു ഒന്നും അല്ല ഇപ്പം.
ലുലു ഇപ്പൊ വലിയ ആളായില്ലേ, ലുലു വല്ലാണ്ട് മാറിപ്പോയില്ലേ ഇല്ല നമ്മളെല്ലാം. പണ്ട് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്സ് ആൻഡ് കൊച്ചി ആയിരുന്നു ലുലു. ഇപ്പൊ പക്ഷെ ലുലു എനിക്ക് ഭയങ്കര സഫോക്കേഷൻ. കഴിഞ്ഞ ദിവസം ചോദിച്ചു നോക്ക്, എന്റെ എത്ര ഫ്രണ്ട്സ് ആണെന്നറിയോ അവിടെ വെച്ച് ചേച്ചിനെ സ്പോട്ട് ചെയ്തേ. ഇന്ന് പറഞ്ഞ തോമസ് ഉണ്ടായിരുന്നു ലുലുല്. ഞാൻ കുറെ പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ എനിക്ക് അറിയത്തില്ല, എനിക്ക് അങ്ങനെ സഫോക്കേഷൻ വരും. ഒരുപാട് തിരക്കിന്റെ ഇടയിൽ പോകുമ്പോൾ, ഈ ഉത്സവത്തിന്റെ ഇടയിലൊക്കെ പോകുമ്പോൾ സഫോക്കേഷൻ ഇല്ലേ, അതെനിക്ക് വരും. വീട്ടിലിരുന്നതിന്റെ പ്രശ്നമാണ്. അതാണോന്ന് എനിക്കറിയില്ല, അതെന്നെ എഫക്ട് പേർക്കുണ്ട്. ക്രൗഡ് കാണുമ്പോൾ ആൾക്കാർക്ക് ക്രൗഡ് കാണുമ്പോൾ എനിക്ക് ബ്രീതിങ് കിട്ടൂല, എനിക്ക് അങ്ങനെ ടെൻഷൻ വരും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഞങ്ങള് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കുന്നത് നോർമലി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാ. അപ്പൊ ഹൈപ്പറിൽ ചെന്ന് ഞാൻ കയറി കഴിഞ്ഞപ്പോ ജീവോട് പറഞ്ഞ ജീവ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നമുക്ക് ഇവിടെ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. വിളിക്കാൻ പോയതാ. തള്ളല്ലേ ൂറ്റൊക്കെ വിളിക്കാതെ ചുമ്മാ തള്ളല്ലേ. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയി ഇരുന്ന് തള്ളുവാ. എനിക്ക് ഒരു പ്രശ്നമില്ല. ഇയാളുടെ കുഴപ്പം, ഈ വൃത്തികെട്ടവന്റെ കുഴപ്പം ഇതാണ്. മാറോ കൈ കാലിന്ന് വിടറോ, കൈ കാലിന്ന് കൈ എടുക്കണോ, വേണ്ട. ഞാനൊരു ലുലു ഇട്ടേ വീട്ടില്. ഹൈപ്പർ മാർക്കറ്റ് ഒരു പ്രശ്നമില്ല. എനിക്ക് ആൾക്കാർ ഉള്ളതാണ് എനിക്ക് സന്തോഷം. അയ്യോ ജീവ എൻജോയ്സ് ദാറ്റ്. ഞാൻ കണ്ടിട്ടുണ്ട് ജീവ തിരക്കിന്റെ ഇടയിലൊക്കെ ഇരുന്നിട്ട് ജീവ അങ്ങ് എൻജോയ്. എനിക്ക് ഇപ്പം ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പേര് അറിയുന്നത്, ഇപ്പൊ കുറെ കൂടെ ആൾക്കാർ അറിയാം. അപ്പൊ അവരൊക്കെ വന്ന് സംസാരിക്കുന്ന, ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതിൽ എത്ര തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പീവേറിലൊക്കെ ഓടുന്ന ഗ്യാപ്പിലാണെങ്കിലും ഇങ്ങനെ കാണിച്ച് ഓടുന്ന ഗ്യാപ്പിലാണെങ്കിലും ഒരു സെൽഫിക്കൊക്കെ നിന്നോടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയും ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമയാണ് ആങ്കറിങ് ആണെന്നൊക്കെ പറഞ്ഞാലും കാണാൻ ഈ പറയുന്ന ആൾക്കാർ ഉള്ളപ്പോഴാണല്ലോ നമ്മളിതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം ഒരു 2 seconds കൊടുക്കാൻ റെഡിയാ, സമയമുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ, പിന്നെ ഈ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അമ്മച്ചിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി, അവിടെ ചേട്ടാ സെൽഫി ചെയ്യുന്നു ഐസിയുടെ മുമ്പിൽ. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിട്ടു ഖത്തറിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണിന്ന് കണ്ണുനീര് വന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ ചേട്ടാ സൂര്യമസിൽ ജീവിച്ചിട്ടില്ല ഒരു ഫോട്ടോ. അത് മാത്രമേ ഉള്ളൂ. അല്ലാതുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഓക്കെയാ, ഞാൻ അത്ര എൻജോയ്. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ കാണാൻ പോകുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കാക്കനുള്ള സ്ഥലത്താണെങ്കിൽ ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ ഇറങ്ങും. അത് നോർമൽ നമ്മുടെ ഈ പറഞ്ഞ വഴിയോരം അങ്ങനെയുള്ള സ്ഥലത്ത് ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആൾക്കാരോട് സംസാരിക്കാനും നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ജീവയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു KSRTC പ്രൈവറ്റ് ബസ്സിലോ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് ബസ്സിൽ കയറണം. ഞാൻ സൂര്യ മ്യൂസിക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ നാടായ മാവേലിക്കരയിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ബസ്സിലായിരുന്നു. ഞാൻ വൈകിട്ടത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ KSRTC ബസ്സിന്റെ സൈഡിൽ കയറിയിരിക്കും. ചിലപ്പോൾ പാട്ട് വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ഉറങ്ങും. അപ്പോൾ ഈ കാറ്റൊക്കെ അടിച്ച് ഞാൻ അവിടെ ചെന്നിറങ്ങും. മാവേലിക്കരയിലെ ഫ്രണ്ട്സ് ആയാലും പിക്ക് ചെയ്യാൻ വരും, വീട്ടിലോട്ട് പോകും. തിരിച്ച് ഒന്നുകിൽ ഞായറാഴ്ച പോയിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ച വെളുപ്പിനോ ഇതേപോലെ തന്നെ അങ്ങനെ കണ്ടിന്യൂ എല്ലാ ദിവസവും പോയി വന്ന്. അപ്പച്ചന് വയ്യായിരുന്നപ്പോൾ എല്ലാ ദിവസവും പോയി വന്ന ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ അത് കുറേ നാളായി. അപ്പോൾ എനിക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ട്രെയിനിൽ കയറിയാൽ കൊള്ളാമെന്നുണ്ട്. ഓ പിന്നെ അവനിപ്പോ ചോദിക്കും, ഓ ഇവനാരടാ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ബൈക്കും കാറും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒത്തിരി നാളായി ബസ്സിൽ കയറിയിട്ട് അപ്പൊ ബസ്സിൽ കയറണം. അതൊരു മോശമായിട്ടൊരു ആഗ്രഹം എനിക്ക് തോന്നുന്നില്ല അല്ലേ? പിന്നെ അല്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഈ ജാടയാന്നൊക്കെ പറയുന്നവരോടൊക്കെ എന്താ ചേട്ടാ പറയാനുള്ളത്? എനിക്ക് ജാടയാണെന്ന് പറയുന്നവരോടാണ്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ഇപ്പൊ പാറുവിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ പാറു ആണെങ്കിലും ഇപ്പൊ ഞങ്ങളാണ് ഇന്റർവ്യൂവിന് വരുന്നത് എന്ന് പറയുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാവും. ഒരാളെ പറ്റി കുറെ ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളാണല്ലോ. അപ്പൊ നമ്മളോടും നമ്മൾ ഇന്നയാളെ കാണാൻ പോകുമ്പോൾ ഇന്നയാൾക്ക് ഭയങ്കര ജാടയായിരിക്കും, ജാടയാണ്. ഞങ്ങൾ പറയുന്ന കാര്യമുണ്ട്, ആ ആള് നമ്മളോട് എങ്ങനെയാണോ അതാണ് നമുക്ക് ആള്. ഇപ്പൊ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ പാറു എന്തൊരു ഭയങ്കര മോശം, ഭയങ്കര ആരെയും ബഹുമാനമില്ല, ഒരുമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ പല അഭിപ്രായം ഉണ്ടാവാം, അങ്ങനെ ഉണ്ടെന്നല്ല ഉണ്ടാവാം. പക്ഷെ ഇപ്പൊ ഞങ്ങളോട് ചോദിക്കും പാറു എങ്ങനെയാന്ന് ഞങ്ങൾ ചോദിക്കും, എന്റെ പൊന്നോ പാറു എന്ന് പറഞ്ഞ
അത്ര നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കൊച്ചില്ല നമ്മൾ പറയും അത്രേ ഉള്ളൂ. നമ്മളെ മൈൻഡ് ചെയ്തില്ല. ചിലപ്പോ അലവലാതെ എന്ന് പറയുന്നവരുണ്ടാവും, ജാട എന്ന് പറയുന്നത്. ഇപ്പൊ അവള് വൈറലായി ഒത്തിരി ജാടയാ. പണ്ട് നമ്മളെ അതാ ഞാൻ ഈ ജാടയുടെ കാര്യം ചോദിക്കാൻ കാര്യം. അയ്യോ എന്റെ മോളെ അത് പറയും. അത് ഉള്ളിന്ന് ചോദിച്ച ചോദ്യം. അത് അങ്ങനെ അത് നോക്കണ്ട. നമുക്ക് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ടാം, ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഒരു ദിവസം 1000 പേരെയും 2000 പേരെയും കാണും. അവർക്ക് എന്ത് വേണേ പറയാം, അവരെന്ത് വേണേ പറഞ്ഞോട്ടെ. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും, അങ്ങനെ തന്നെ പോവാം. ജാടയാണോ? ആണോ? എന്ത് തോന്നുന്നു? ചെറിയ ജാടയുണ്ട്. കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ സീനിയേഴ്സ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജാട എന്നുള്ള പേരുമാണ് ആക്ച്വലി നല്ലതാ. അതങ്ങനെ പിന്നെ പ്രശ്നമില്ലല്ലോ. അവൻ ജാട അഹങ്കാരി എന്ന് പറഞ്ഞാൽ ഓക്കെ, അതാണ് നല്ലത്, വേറെ പ്രശ്നമില്ല. കുറച്ച് വിഷി വീഡിയോ എങ്കിലും കുറഞ്ഞു കിട്ടും. ഹായ്, നല്ല നെയിൽസ്. ഓ താങ്ക് യു. തിരിച്ച് പറയാനാണോ? നല്ല വാച്ച് പറയല്ലേ, കാണിച്ചു ചേട്ടന്. എനിക്ക് എന്റെ സാധാരണ നഖം വളരണം. ഇത് മറ്റേ പേടിയൊക്കെ ചെയ്ത് പട്ടി വെച്ചത് നമ്മൾ ഇതൊക്കെ വെച്ച് നല്ല മാന്തി കിട്ടാറുണ്ടാ? ഇത് വെച്ച മാന്തി ഇളകിപ്പോരും. ഇളകില്ല. ഹലോ, how dare you speak like that? I was little dare. ഇത് എന്റെ ഓൺ നെയിൽസ്. ഇത് ഓൺ നെയിൽസ് ആട്ടോ. അല്ല ഞാൻ പറഞ്ഞു, ഇത് ഓൺ നെയിൽസാ. സംശയം ഉണ്ടെങ്കിൽ ഇതേ ഇവിടോട്ട് നോക്കി. ഇത് ഓൺ നെയിൽസാ. ഇവിടെ ഉണ്ട് തട്ടപ്പുറത്ത്. എല്ലാം ഓൺ നെയിൽസാ. ഇത് രണ്ടും ഓൺ നെയിൽസാ. സൂപ്പർ സൂപ്പർ. രണ്ടുപേർക്ക് സിനിമയിലോട്ടൊക്കെ വരുന്നുണ്ടോ? ഇപ്പൊ കൊറേ ആയില്ലേ സിനിമയിലൊക്കെ? ഞാൻ വരുന്നില്ല, ചേട്ടൻ വരുന്നുണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ 2 സിനിമ ഭാഗമായി. ഇത് പറഞ്ഞപ്പോ എന്ത് പെട്ടെന്ന് സീരിയസ് ആയല്ലോ. ഒരാളെങ്കിലും സിനിമയുടെ കാര്യം ചോദിച്ചില്ല. കൊറേ അവിഞ്ഞ കോമഡി അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കൊക്കെ സീരിയസ് ആയി പെട്ടെന്ന്. ഇവിടെ മാത്രമേ നമുക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാക്കി. ഞാൻ ഓക്കെ, കുറച്ച് നേരത്തേക്ക് ഞാൻ ഒരു കാര്യമില്ലാതെ കുറച്ച് നേരത്തേക്ക് ഒരു കാര്യമില്ലാതെ ഞാൻ കുറച്ച് ഇന്റലക്ച്വൽ ശ്രമിക്കും. യെസ്, 2 പടം വരുന്നുണ്ട്. ധ്യാൻ ചേട്ടനോട് ഒരു പടമുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ. അതിന്റെ ഇന്റർവ്യൂ ഞങ്ങൾ വരുന്നുണ്ട്. ചേട്ടൻ എന്റെ പൊന്നോ, ഓ അടിപൊളിയാണ്. ഇന്റർവ്യൂലെ പോലെ തന്നെയൊക്കെയാണ്. ധ്യാൻ ചേട്ടൻ അത് തന്നെയാണ്. ധ്യാൻ ചേട്ടൻ ഇങ്ങനെ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാരെയും പറ്റി ധ്യാൻ ചേട്ടൻ ഒരു കഥ ഉണ്ടാവും പറയാൻ. നല്ല ഒരുപാട് പേര് നമ്മൾ പരിചയപ്പെടുമല്ലോ. ഇടയ്ക്ക് എടാ ഞാൻ നിന്റെ വ്ളോഗ് കണ്ടു എന്ന് പറഞ്ഞു, ഞാൻ നിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. നമ്മളെ ആരും ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യാനുള്ളൊരു, അല്ലെങ്കിൽ ഞാൻ കണ്ടു ഓക്കെ കണ്ടെങ്കിലും എവിടെയോ കണ്ട പോലെ ആർക്കും സമ്മതിച്ചു തരാൻ ഭയങ്കര മടിയുള്ള ഈ കാലത്ത് ഞാൻ ചേട്ടൻ പറയും, എടാ നിന്റെ വ്ളോഗ് ഉണ്ടല്ലോ, നീ എന്തുവാ സംഭവം, എവിടെ പോയ ഏതാ സ്ഥലം? അത് ഞാൻ ചേട്ടാ ഇന്ന സ്ഥലത്ത് നമ്മൾ അതെങ്ങനെ ഉണ്ടാ സ്ഥലം അങ്ങനെ ചോദിക്കും. അങ്ങനെ ഇന്നെ ഔട്ട് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ധ്യാൻ ചേട്ടൻ കാണാൻ വേണ്ടിട്ട് പോകും. ധ്യാൻ ചേട്ടൻ്റെ ഷൂട്ട് നടക്കുന്നിടത്ത് ഇപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ചാൽ കിട്ടൂല. എല്ലാരും ഇതാ പറയും. വിനീതന്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവനെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ധ്യാൻ ചേട്ടന്റെ ലൈഫിൽ ഫോണിന് അത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടായിരിക്കും നമ്മളെ ഫോൺ ഓക്കെ 59% ഇനി ബാക്കി ചാർജ് ചെയ്യണം. ഇത് 0 ആട്ടെ, സ്വിച്ച് ഓഫ് ആട്ടെ, ആയിക്കോട്ടെ സമയമുള്ളപ്പോൾ ചാർജ് ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാളായിട്ടാണ് തോന്നിയേക്കുന്നത്. ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ച് സിനിമ ചെയ്ത് സിനിമയെ പറ്റി സംസാരിച്ച് കഥകൾ പറഞ്ഞ് കൂട്ടുകാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാളായിട്ടാണ് തോന്നിയേക്കുന്നത്. അതാണ് ധ്യാൻ ചേട്ടൻ. അപ്പൊ ധ്യാൻ ചേട്ടനോട് ഒരു പടം അടിപൊളിയാണ്, ത്രൂ ഔട്ട് കോമഡി. ധ്യാൻ ചേട്ടൻ്റെ കൂടെ തന്നെ ത്രൂ ഔട്ട് ധ്യാൻ ചേട്ടനുണ്ട്. ദിവ്യദർശൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറുണ്ട്. നമ്മുടെ മാസ്റ്റർ പീസ്, മമ്മൂക്കടക്ക് മാസ്റ്റർ പീസിലുള്ളതാണ്. മുകേഷ് ചേട്ടൻ്റെ സിസ്റ്ററിന്റെ മോനാന്ന് തോന്നുന്നു ദിവ്യദർശൻ. പിന്നെ അജു ചേട്ടനുണ്ട്, പിഷു ചേട്ടനുണ്ട്. അങ്ങനെയാണ് ഷൂട്ടും. ഇത് ഷൂട്ട് പോവാണ്. അങ്ങനെയാണ് അത് കഴിഞ്ഞ് പിന്നെ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് കല്യാണിയുടെ പടം, അതിലൊരു കുഞ്ഞ്, അതാണ് വരാനുള്ളത്. അത് അടുത്ത വർഷം വരും. പിന്നെ 1-2 പടം ഒക്കെ ഇങ്ങനെ വരുമ്പോ വരട്ടെ, നല്ലത് വരട്ടെ,
കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് അഭിനയം വഴങ്ങുമെന്ന് നോക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. നമുക്ക് ഈ പറയുന്ന ആഗ്രഹം പോലല്ലോ, നമുക്ക് ടാലന്റ് ഉണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തണമല്ലോ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുക, അത് വർക്കൗട്ട് ആവോ ഇല്ലയോ നോക്കുക, നമുക്ക് തന്നെ അഭിനയം വഴങ്ങുമോ നോക്കുക. പിന്നെ തുടക്കമാണ്, നിങ്ങൾ അങ്ങനെ ഇത് ആയിട്ട് വേണം എന്നെ കാണാൻ. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓസ്കാർ അഭിനയം കാഴ്ച വെക്കും. അതുകൊണ്ട് ഇപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കണം, അല്ലാതെ മാട്ടെ. അതാണ്. ഓക്കെ, ചേച്ചിക്ക് പേടിയാണെന്ന് ചേച്ചി എന്തോ പറയുന്നുണ്ടായില്ല അഭിനയം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും മ്യൂസിക് വീഡിയോ ചെയ്തത് ഭയങ്കര രസമായിരുന്നു. അല്ല, ജീവയുടെ കൂടെ എനിക്ക് പ്രശ്നമില്ലല്ലോ. ജീവയുടെ കൂടെ ആക്ട് ചെയ്യാനോ കോമഡി പറയാനോ എന്ത് പറയാനോ എനിക്ക് പേടിയില്ല, അല്ലടാ? പിന്നല്ലടാ. പക്ഷെ അല്ലാതെ ഒന്നും എന്നെ കൊണ്ട് ആക്ടിങ് ഒന്നും പറ്റത്തില്ല. അത് എന്റെ 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 എന്താ പറയാ മേഖലയേ അല്ല. ആക്ടിങ് പറ്റത്തില്ല. ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ആക്ഷൻ പറഞ്ഞ് ഇന്ന ഇന്ന സീക്വൻസ് അഭിനയിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പേടിയാണ്, ടെൻഷൻ വരും, അങ്ങനെയൊക്കെ വരും. ഇതൊന്നും അല്ല ശരിക്കുള്ള റീസൺ. കുറച്ചുകൂടി ഇഷ്ടം യൂട്യൂബ് സ്പേസ് ഇൻഫ്ലുവൻസേഴ്സ്, അതാണ് ഏറ്റവും ഇഷ്ടം. അല്ല, ഇൻഫ്ലുവൻസർ സ്പേസ്, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടം. കാര്യം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ദ ബോസ്. ലൈക്ക് എനിക്ക് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇന്ന് ഷൂട്ട് വേണം, ഇന്ന് ഞാൻ ഇന്ന കാര്യം ചെയ്യണം. ഫുൾ ചേച്ചിയുടെ കൺട്രോൾ. എക്സാക്ട്ലി. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ നമ്മളിപ്പം വേറൊരു സിനിമ സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. നമ്മുടെ ടാൻട്രംസ് അവിടെ കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതൊരു 100 people 200 people ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇല്ല ഐ എം നോട്ട് ഇൻ എ മൂഡ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ ഒരു വർക്ക് പാറ്റേൺ ഞാൻ എൻജോയ് ചെയ്യത്തില്ല. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു വർക്ക് പാറ്റേൺ ആണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ ഞാനും ഉണ്ട്, എനിക്ക് എന്റെ ടീമും ഉണ്ട്. ഞാൻ പറയടാ ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു മൂഡില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കേ, പോയാൽ ശരി. നമ്മളൊക്കെ വെള്ളം പോലെ എവിടെ വേണേലും കോപ്പയിലെങ്കിൽ കോപ്പ, ചരുവത്തിലെങ്കിൽ ചരുവ. പിന്നെ ഞാൻ പറയും, സിനിമയിൽ അഭിനയിക്കുന്നവരും അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ സമ്മതിക്കണം. വെയില്, മഴ, ചൂട്, ഒരെണ്ണം ചിലപ്പം 3-4 ടേക്കൊക്കെ എടുക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങളെ സമ്മതിക്കണം. അതിപ്പം ബിഹൈൻഡ് ദ സ്ക്രീൻ വർക്ക് ചെയ്യുന്നവരാണേലും ലൈക്ക് ഓൺ ദ സ്ക്രീൻ വർക്ക് ചെയ്യുന്നവരാണേലും എന്താ ടാസ്ക്. ഞാൻ ജീവോട് പലതവണ പറഞ്ഞിട്ടില്ലേ, അല്ല എവറി ജോബ് ഹാസ് ഇറ്റ്സ് റിസ്ക് ആൻഡ് ഡിഫിക്കൽട്ടീസ്. അതുണ്ട്, അതെല്ലാ ജോലിക്കും ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടേക്കുന്ന ഒരു വർക്ക്, സിനിമയുടെ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവും അത് അത്ര ഈസി ഉള്ള കാര്യമല്ല. സിനിമ എല്ലാരും വിചാരിച്ചേക്കുന്നത് ഭയങ്കര ഒരു ഗ്ലാമറസ് ഫീൽഡാണ്. പക്ഷെ ഇപ്പം ഒരു ആക്ടറിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വെയിലത്ത് നിൽക്കണം, വെയിലത്ത് അത്രയും ലൈറ്റ്സിന് മുമ്പിൽ ചിലപ്പം രാവിലെ വെളുപ്പിനെ വരെ ഷൂട്ട് ഉണ്ടാവും, എഗെയിൻ പിറ്റേ ദിവസം രാവിലെ ഉണ്ടാവും, പിന്നെ മേക്കപ്പ് ഇട്ട് റെഡിയായി കോസ്റ്റ്യൂം ഇട്ട് ആസ് ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ടേക്കിന് വിളിക്കാം. ഒരു നോർമൽ മനുഷ്യനാണെങ്കിൽ ഹി ഓർ ഷീ വിൽ ലൂസ് ദ പേഷ്യൻസ്. ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ക്ഷമയൊക്കെ കുറവാ. എനിക്ക് ദേഷ്യം വരും, എന്റെ മൂഡ് പോവും, ക്ഷമ പോവും. പിന്നെ എനിക്ക് വന്നിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ എനിക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷെ അതൊക്കെ വെച്ച് ടെക്നീഷ്യൻസും രാപകല് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുക. ഈ ലൈറ്റ്സിന്റെ സ്റ്റാൻഡിനൊക്കെ ചില്ലറ വെയിറ്റ് അല്ല. ഇത് അവിടെ കൊണ്ടുവെക്കുക, അത് ഇങ്ങോട്ട് മാറ്റുക. ഒരു ആൾക്കാർ എല്ലാ ആൾക്കാരും ഒരു സിനിമയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും വരുന്ന ആൾക്കാര് ഇപ്പൊ ഒരു സിനിമയെ സംബന്ധിച്ച് 35 ദിവസം 40 ദിവസം 50 ദിവസം 60 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാപകല് വർക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പൊ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ അതിന്റെ മുമ്പിൽ ഇരുന്ന് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. അല്ല പക്ഷെ അത് ഇഷ്ടമുള്ളവരായതുകൊണ്ട് അത് ഇറ്റ്സ് ഫൈൻ. ഞാനിത് പറയാൻ കാര്യം ഇപ്പം ഈ അഭിപ്രായം പറച്ചിലിനെ പറ്റി ഒരുപാട് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുവല്ലേ. സിനിമ ഇറങ്ങുന്ന ദിവസം തന്നെ ഭയങ്കരമായിട്ട് കീറി മുറിച്ച് ഇന്ന് നന്നായി, അത് ശരിയായില്ല എന്ന്. ശരിയാണ്, നമ്മുടെ അഭിപ്രായം പറയണം. പക്ഷേ ഇത് ഒരാളും ഒരു സാധനവും നിങ്ങളെ മോശമായിട്ട് കാണിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ ആയിരിക്കത്തില്ല ചെയ്യുന്നത്. ഈ സാധനം കഥ നല്ലതായിട്ട് തോന്നി, ആക്ടേഴ്സ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും, അതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ മേക്ക് ചെയ്ത് ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അല്ലാതെ ഈ പ്രേക്ഷകൻ ഇത് കണ്ടിട്ട് അവൻ നമ്മളെ കാർക്കിച്ച് തുപ്പണം എന്നുള്ള രീതിയിൽ ഒരു ഫിലിം മേക്കേഴ്സും ചെയ്യില്ല. അവർക്ക് ആ ക്രാഫ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിരിക്കും ആഗ്രഹം. പക്ഷെ സിനിമയെ സംബന്ധിച്ച് അതൊരു മാജിക്കാണ്. നമ്മൾ ചിലപ്പോൾ കഥകളിൽ വായിക്കുന്ന അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ വായിക്കുന്ന സാധനം അതേപോലെ പ്രേക്ഷകർ സ്വീകരിക്കണമെന്നില്ല. നമ്മൾ സിനിമ ടി വിയിൽ കണ്ട് ഹിറ്റാക്കിയ സിനിമകളൊക്കെ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പം അത് ആ പ്രേക്ഷകർ ചിലപ്പോൾ ആ സമയത്തെ ആ കാലഘട്ടമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന്റെ അർത്ഥം ആ സിനിമ അങ്ങനെ
അഭിപ്രായം പറയാം. പക്ഷെ അതിനൊക്കെ പുറകിൽ അവർ ആ ക്രാഫ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. അത് നന്നായിട്ട് വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള അഭിപ്രായം പറച്ചിലുകളും ഹെൽത്തി ആയിട്ടുള്ള വാഗ്വാദങ്ങളും ആയിരിക്കും എപ്പോഴും നല്ലത്. ഒരാളെ ആ ഒരു പരിധിക്ക് അപ്പുറം ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ഹേർട്ട് ചെയ്യുന്നത്. എന്തിനാ നമ്മൾ ഒരു ലൈഫല്ലേ ഉള്ളൂ. നമുക്ക് പടം ഇഷ്ടപ്പെട്ടോ? പടം ഇഷ്ടപ്പെട്ടില്ല, ഡീസെന്റ്. എനിക്ക് ആക്ടിങ് ഇഷ്ടപ്പെട്ടു, ആക്ടിങ് ഇഷ്ടപ്പെട്ടില്ല, കുറച്ചുകൂടെ നന്നാക്കും, ഡീസെന്റ്. അല്ലാതെ ഇവൻ എന്തിനാ ഈ പണി ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഇതില്ല. ഇവൻ എന്തിനാ ഈ പണിക്ക് ഇറങ്ങി നമുക്ക് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ജോലി എന്നല്ല, എല്ലാ ജോലി അത് തിരിച്ചും അപ്പൊ നമുക്ക് പ്രേക്ഷകനോട് ചോദിക്കാൻ പറ്റില്ല, നിനക്കൊന്നും ഇഷ്ടപ്പെട്ടുകൂടാ എന്നും ചോദിക്കാൻ പറ്റില്ല. പ്രേക്ഷകന് ഇഷ്ടപ്പെടണം, അതിനാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പൊ രണ്ടുമുണ്ട്, ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. ഇങ്ങനെ എല്ലാരും ചിന്തിച്ച അടിപൊളിയായിരുന്നു. 2 സിനിമ വരുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവിടെ എവിടെ ചവിട്ടി പറഞ്ഞത്. ഇനി എങ്ങാനും അത് ഏറ്റില്ലെങ്കിലോ. ഓക്കെ, എന്തായിരുന്നു മറ്റേ പുതിയ വീട്, ലോണൊക്കെ ഉള്ള വീട്, അതിന്റെ പ്ലാൻ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ? ലോൺ വെക്കുക, ലോൺ എടുക്കാം നമുക്ക് വീട്, അതാണോ? ലോണിനൊരു പ്ലാൻ ഉണ്ട്. ഉള്ള ലോൺ തീരട്ടെ എന്നിട്ട് പുതിയ ലോൺ എടുക്കാന്ന്. ലോണിനൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ മറ്റേ ലോണിന് പ്ലാൻ ആയിട്ടില്ല. അല്ല, 1 വർഷം മുന്നേ ഉള്ള ഒരു പ്ലാൻ ആയിരുന്നില്ലേ അത് നിങ്ങൾ? അതിന്റെ ആഗ്രഹം അത് ജീവയുടെ ഞാനിപ്പോ എന്റെ ഫ്ലാറ്റ് ആയിട്ട് ഞാൻ ഹാപ്പിയാണ്. ഞാൻ അവിടെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത്, എക്സാക്ട്ലി എനിക്ക് ഫ്ലാറ്റ് ഇഷ്ടമാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത്. എന്താടാ മൊത്തം ഞാനൊന്ന് ചോദിച്ചാണ്, ഞാൻ കേട്ടില്ല പെട്ടെന്ന്. എത്രേ ഉള്ളൂ, ഞാൻ കേട്ടില്ലടാ. എന്നെ കളിയാക്കുവാ ഈ മാന്ത ഇവിടെ. ഞാൻ എനിക്ക് പക്ഷെ ഒരു പരന്ന വീട് ഇഷ്ടം. ഒരൊറ്റ നില, ഒരു 5-6 റൂമൊക്കെ ഉള്ള, കുറെ സ്ഥലമൊക്കെ ഉള്ള, സോ മെനി കാസ് ഇടാൻ പറ്റുന്ന ഗരാജ് സ്പേസ് ഒക്കെ ഉള്ള ഒരു ഇഷ്ടം. ഇനി നമ്മൾ പോകുന്നു ഒറ്റ കാര്യം, ഇനി നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ വരാനായിട്ട്? ബക്കറ്റ് ലിസ്റ്റില് പുതിയ കാര്യം എനിക്ക് ഞാനിത് പറയണോ? ജീവയുടെ വിഷ് എനിക്ക് ആക്കി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഇപ്പൊ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്നത്. പക്ഷെ തരില്ലടാ, വൃത്തികെട്ടവനെ. ജീവയ്ക്ക് വൈൽഡ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. ഹി ലവ്സ് എന്താ പറയാ, കാട്ടുപോത്ത്, കടുവ, കാടാണല്ലേ മൊത്തത്തിൽ ഇഷ്ടം. കാടൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഐ വാസ് തിങ്കിങ് ടു ടേക്ക് ഹിം ടു ഒരു കാട്. ജസ്റ്റ് കണ്ടൽ കാട് ബിഹൈൻഡ് ദി ഫ്ലാറ്റ്. അല്ല പറഞ്ഞേ, ഏത് സ്ഥലം? ഒരു സ്ഥലം ഡിസ്ക്ലോസ് ചെയ്യണ്ട നമ്മള്. ഞാൻ പറയുന്നില്ല, താൻ എന്നൊന്ന് പറയാൻ അനുവദിക്കോ? അതിരപ്പള്ളി അല്ല, അത് നമ്മള് പോയാ വേറെ. അപ്പൊ എനിക്കിങ്ങനെ ഒരു വൈൽഡ് ലൈഫ് സഫാരിക്ക് കൊണ്ടുപോയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം. ഇങ്ങനെ പോയാൽ കൊണ്ടുപോവില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇതിന് അവിടെ കൊണ്ടുപോകാം, റബ്ബർ ചോട്ടില്. അവിടെ പോയി നിന്നോ, ഫുൾ കാടാന്ന്, ഫുൾ കാടുണ്ട്, അവിടെ പോയി നിന്നോ. മര്യാദ കൊണ്ടുപോകാന്ന് പറയുമ്പോഴേ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ആഗ്രഹം ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിച്ചു. ഞാൻ സോളോ പോട്ടെ, അതാ നല്ലത്. കടുവയ്ക്ക് ഒരു നേരത്തേക്കുള്ളതായി. അതല്ല, കടുവ നോക്കുമ്പോ കടുവയ്ക്കറിയാവോ ഇൻഫ്ലുവൻസർ ആണ്. കടുവ വന്നൊരു കൊളാബറേഷൻ, ഒരു ഷെയർ കഴിഞ്ഞു. അയ്യോ അമ്മ, ഞാൻ ഇത് ചിരി വന്നിട്ട് ചിരിക്കാട്ടോ അമ്മ. എക്സ്ക്ലൂസീവ്, ഞങ്ങള് ഒരു കല്യാണം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതല്ല എക്സ്ക്ലൂസീവ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സ്ക്ലൂസീവ് ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്. ഇവരെന്നെ പറ്റിച്ചു ഗൈസ്, സത്യമായിട്ടും. പക്ഷെ അത് ആലോചിച്ച് ഇത്രയും നേരം ഇരുന്ന എന്തൊക്കെ മനസ്സിൽ കൂടെ പോയി. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും എക്സ്ക്ലൂസീവ് ഒന്നും ഇല്ല. എക്സ്ക്ലൂസീവ് ഒന്നും ഇല്ല. പാറുവിനെ കണ്ടാ അറിയാം, മരടിലെ പഞ്ഞം. കമ്മോണ്ടാ ഓക്കെടാ, ഇന്റർവ്യൂയോട് കൂടി എന്റെ റേറ്റിംഗ് താഴ്ന്നിരിക്കുകയാണ് ഗൈസ്. ഇത് തിരിച്ചു തരാമല്ലോ. കൊടുത്തോ. ഇതാ ഞങ്ങളുടെ രാജിക്കത്ത്. അപ്പൊ ഇനി ഞാൻ മൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഓക്കെ ഷിട്ടുമണീസ്, താങ്ക് യു. അയ്യോ, ലാസ്റ്റ് എന്തായിരുന്നു? ഏതാ? മറ്റേ തായ്ലൻഡില്. നല്ല ഓർമ്മ കേട്ടോ ഇതിന്, നല്ല ഓർമ്മ. ഷിട്ടുമണി ടിക്കറ്റ് താത്, ടിക്കറ്റ് താവും.
കപ്പുങ്ക മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, കപ്പൂങ്ക ഷിട്ടുമണി, താങ്ക് യു ഷിട്ടുമണി. കപ്പുങ്ക എന്ന് പറഞ്ഞാൽ താങ്ക് യു. കാണാം ഷിമോഖ. എന്റെ പൊന്നെ പോടാ. അത് ഇന്ന് അടുത്ത ഇന്റർവ്യൂവിൽ അത് അവരുടെ നാട്ടിൽ വല്ല പച്ചത്തെറി. പാവടാ കുഞ്ഞിനെ വെറുതെ. ഒരു കുഞ്ഞിക്കുട്ടീനെ നീ സീ യു അഗൈൻ എന്നുള്ളത് വേണേ പറ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഭയങ്കര ചേച്ചി ചിരിക്കല്ലേ, ചേച്ചി നാട്ടിക്കല്ലേ. ക്ഷമക്കോയുടെ അർത്ഥം എന്താ? നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇവരിതൊക്കെ ആദ്യം തന്നെ ഇടും. ഞാനത് ക്ഷമിക്കൂ, നിന്നെ പറ്റിക്കുന്ന ക്ഷമക്കോ. ഇത്ര നേരം ഇങ്ങനെ സംസാരിച്ചു തന്നെ പറ്റിക്കണ്ടായിരുന്നു ജീവ ചേട്ടാ. ഞാൻ ഇനി കപ്പുങ്ക മാത്രമേ പറയുള്ളൂ, ബാക്കി എല്ലാം ജീവ ചേട്ടാ പറയുന്നത്. കപ്പുങ്ക എന്താന്നാ? താങ്ക് യു തന്നെ. സവാട്ടിക്കും കപ്പുങ്കയും കറക്റ്റാ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമ്മുടെ കൂടെ ജോളിയായിട്ട് അടിച്ചു പൊളിച്ച് സൂപ്പർ ആക്കി നമ്മള് അല്ലേ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും നേരിട്ട് കാണണം. എനിക്ക് ശരിക്കും ഷൈൻചേട്ടന്റെ ഇന്റർവ്യൂ കണ്ടപ്പോ ഞാൻ നോട്ടീസ് ചെയ്തത് പാറുവിനെ എനിക്ക് കാണിച്ചു തരുന്നത് അപ്പുവാ. രാത്രി ഞാൻ നോട്ടീസ് ചെയ്തത് ഓഫ് കോഴ്സ് ഷൈൻ ചേട്ടന്റെ ഇന്റർവ്യൂനാണ്. ബിക്കോസ് ഓഫ് കോഴ്സ് ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ക്ലിപ്സ് ഉണ്ടായിരുന്നു, ഷോർട്സ് ഉണ്ടായിരുന്നു, യൂട്യൂബിൽ ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ട് അഫ്കോഴ്സ് നമ്മളുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഷൈൻ ചേട്ടനായിരിക്കും. കാര്യം ഷൈൻ ചേട്ടൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫണ്ണൊക്കെ ആയിട്ട് നല്ല രസമാണല്ലോ. അപ്പം അതിങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ കമന്റ്സ് കുറെ വായിച്ചപ്പോഴത്തേക്കും കുറെ കമന്റ്സിൽ ലൈക്ക് എവറിബഡി ഈസ് പ്രൈസിങ് ക്യൂട്ട് കുട്ടി ആങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അപ്പോഴാണ് ഞാനും ഇത്ര കുറെ കമന്റ്സ് ഉള്ളതെന്ന് ശ്രദ്ധിക്കാതെ വെച്ച് ഞാൻ ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ ശ്രദ്ധിച്ചപ്പം കമന്റിനാണോ പൈസ അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാറില്ല. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. ചെയ്യാറില്ല സത്യമാണ്, അതൊക്കെ അങ്ങനെ ആവുമെന്ന് വിചാരിച്ചത്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള റീച്ച് എങ്ങനെയുണ്ട്? നല്ലതാ. ഞാൻ വന്നിട്ട് ഇപ്പോ 2 months ഒക്കെ കഴിഞ്ഞു, ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പൊ അതിനുള്ളിലാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എല്ലാം പെട്ടെന്നായിരുന്നു നമ്മൾ പറയില്ലേ. പക്ഷെ അത് നല്ലൊരു തുടക്കമാണ്. ആ തുടക്കം ഈ പേസിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. ഓക്കെ, പിന്നെ വലിയ 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 ആങ്കർ ആവട്ടെ, വലിയ ആക്ട്രസ് ആവട്ടെ. ഇനി ജീവച്ചേട്ടൻ മിണ്ടിയ ശരിയാവില്ല. ഓക്കെ, അപ്പൊ രണ്ടുപേരോടും ഒരുപാട് താങ്ക്സ്. ഇനി ജീവച്ചേട്ടൻ ഇതുപോലെ തന്നെ കൗണ്ടേഴ്സ് ഒക്കെ ഇറങ്ങണോണ്ട് ചേച്ചി അതിനെ വിലക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെ അയ്യോ പോലെ ഉള്ളവരാണ് യൂട്യൂബില് ജീവചേട്ടന്റെ തഗ് ലൈഫിന്റെ മാത്രം വീഡിയോസ് ഒക്കെ ഉണ്ട് ചേട്ടൻ ഇറക്കുന്നത്. രാവിലെയും കൂടെ ഒരെണ്ണം കണ്ടോളൂ. തഗ് ലൈഫ് മാത്രം ഉണ്ട്, ഡയലോഗ്സ് മാത്രം വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ കൗണ്ടേഴ്സ് ഒക്കെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ഷിട്ടുമണീസ് ബി ഓൾവേസ് ലൈക്ക് ദിസ്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് വായോ. ഓക്കെ, ശരിക്കും വിളിച്ചതാട്ടോ. ശരിക്കും വിളിച്ചതാട്ടോ. അവിടെ അല്ലല്ലോ, ഇവിടെ അല്ലേ, ശരിക്കും വിളിച്ചതാട്ടോ. ഞാൻ ഗ്രെയിനെയും കാണണം. ഈ ഇന്റർവ്യൂല് ശരിക്കും ഗ്രേനെ കൊണ്ടുവരണായിരുന്നു. അല്ലാത്തടത്തൊക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, ഇങ്ങോട്ട് മാത്രം കൊണ്ടുപോകുന്നില്ല. പാവം അത് ഇവിടെ ഇരുന്നേനെ. വീട്ടിലോട്ട് വരൂ, എന്നിട്ട് മനസ്സിലാക്കൂ, അനുഭവിച്ചറിയൂ. അല്ല, പാട്ട് പാടുന്ന വ്ളോഗിലെ അത് നിങ്ങളിപ്പോ ലാസ്റ്റ് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അതെ, ഞങ്ങളെ വിളിച്ചതിന് കുറച്ചു നേരം ഞങ്ങളെ സഹിച്ചതിനും ഒക്കെ താങ്ക് യു സോ മച്ച്. ഇത് ഇടുന്നത് എപ്പോഴാണെന്ന് അറിയില്ല, എന്നാലും എല്ലാവർക്കും അഡ്വാൻസ്ഡ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ്. Good sign off from Aparna Thomas, Jeeva and Parvati. Bye. Calling me. Calling me padikko. Calling me. Okay, thank you. Thank you.